ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മൽസരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച
നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവതജ്ഞാന ഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 47-ാം അധ്യായം. വലിയൊരു അധ്യായമാണ്. വിഷയവും ഗംഭീരമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ 10ാമത്തെ ക്ലാസ്സിലാണ് ഈ ഒരു അധ്യായം തന്നെ. ഉദ്ധവൻ നന്ദഗോപരോട് സംവാദം ചെയ്ത കാര്യങ്ങൾ വളരെ ഗഹനങ്ങളായിട്ടുള്ളതായിരുന്നു. ഭഗവാന്റെ തത്വം. അത് കഴിഞ്ഞ് ഗോപികമാർ ഭ്രമരഗീതത്തിലൂടെ അവതരിപ്പിച്ച വിഷയം ഗംഭീരമായിരുന്നു. ഗോപികമാരെ ആശ്വസിപ്പിക്കാനായിട്ട് ഉദ്ധവൻ പറഞ്ഞ ഭഗവാന്റെ സന്ദേശം അത് അതിലും ഗംഭീരം. അത് കഴിഞ്ഞ് ഗോപികമാർ തിരിച്ച് ഭഗവാന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന വിഷയം അത് അതിലും ഗംഭീരം. ഇനി വരാനിരിക്കുന്ന ഇന്നത്തെ വിഷയം അതാണിതിൽ ഈ അധ്യായത്തിൽ ഏറ്റവും ശിരസ്ഥാനത്ത്, മകുടസ്ഥാനത്ത് ശോഭിക്കുന്നതായിട്ടുള്ള 5 ശ്ലോകങ്ങൾ. ഗോപീ മാഹാത്മ്യ പഞ്ചരത്നം. ഉദ്ധവൻ സ്തുതിക്കുന്നതായിട്ടുള്ള ഗോപികമാരുടെ മാഹാത്മ്യത്തെ വർണ്ണിക്കുന്നതായിട്ടുള്ള പഞ്ചരത്നങ്ങളാണ് ഈ ഗോപി മാഹാത്മ്യ പഞ്ചരത്നം. അത് ഭക്തിയുടെ മാഹാത്മ്യം തന്നെയാണ്. സൂക്ഷ്മമായി അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരു യോഗ്യതയും വേണ്ട ഭക്തിമാർഗത്തിലൂടെ ഈശ്വരനെ പ്രാപിക്കാൻ. ജന്മമഹിമയോ എന്ന് വെച്ചാൽ ഏതെങ്കിലും ശ്രേഷ്ഠമായ വർണ്ണത്തിൽ ബ്രാഹ്മണ ക്ഷത്രിയാദി വംശങ്ങളിൽ ജനനമോ, അത് പുരുഷനായിട്ട് തന്നെ വേണമെന്നോ, വേദപാരംഗതത്വം വേണമെന്നോ, വലിയ തപസ്, ദാനം മുതലായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ വേണമെന്നോ, മറ്റേതെങ്കിലും യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യേണ്ടതുണ്ടെന്നോ ഒന്നുമില്ല. ഇതൊന്നുമില്ലാതെയും ഭഗവാനെ പ്രാപിക്കാം. ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ളവർക്കും ഭഗവാന്റെ പ്രിയപ്പെട്ടവരായി മാറാം. എങ്ങനെ? നിരന്തര ഭഗവത് ചിന്ത കൊണ്ട്. ഇത് ഭാഗവതത്തിന്റെയും സാരമാണ്. ഈ ഭാഗവത ശ്രവണത്തിലൂടെ സാധിക്കേണ്ടത് നിരന്തരമായ ഭഗവത് സ്മരണമാണ്. അപ്പോൾ അത് സാധിച്ചിരിക്കുന്ന മഹതികളായ ഗോപികമാരെ സ്തുതിക്കുന്നതിലൂടെ അവരുടെ ധന്യതയെ, അവരുടെ ജന്മ സാഫല്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതിലൂടെ, അവർ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്ന് പറയുന്നതിലൂടെ
തീർച്ചയായിട്ടും നമ്മൾക്കും ആർക്കും മനുഷ്യനായി ജനിച്ച ഏത് ദേശത്ത്, ഏത് കാലത്ത്, ഏത് അച്ഛനമ്മമാർക്ക് മക്കളായി ജനിച്ചാലും, ഏത് ലിംഗത്തിൽ ജനിച്ചാലും, അല്ലേ, ആണോ പെണ്ണോ നപുംസകമോ ആയിക്കോട്ടെ, ഏത് പ്രായത്തിലുള്ളവരായിക്കോട്ടെ, തീരെ അറിവില്ലാത്തവരായിക്കോട്ടെ, അത്യന്ത പ്രാകൃതരായിക്കോട്ടെ. അപ്പോൾ ഭഗവത്ഗീതയിലെ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന അഭിചേത് സുദുരാചാരോ പാപേഭ്യ പാപകൃത്തമഃ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത് ശാന്തിം നിഗച്ഛതി എന്നൊക്കെയുള്ള ഭഗവാന്റെ വാക്കുകളുണ്ട്. അപ്പോൾ ആരാണോ അവൻ ഏത് പാപയോനിയിൽ പിറന്നവനായിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പാപയോനി എന്ന് പറഞ്ഞാൽ അവൻ്റെ പാപം തന്നെ അവൻ്റെ യോനി, പാപം തന്നെ അവൻ്റെ ഉൽപ്പത്തി കാരണം. പാപം കൊണ്ടാണ് അവന് ആ രൂപം കിട്ടിയത്. പരിമിതങ്ങളായ അവസ്ഥകൾ ഉണ്ടാകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പൂർവ്വകർമ്മങ്ങളുടെ ഫലമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ഓരോരുത്തരും ഏത് രൂപത്തിൽ ജനിക്കുന്നു, എന്തെല്ലാം അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ട് ജനിക്കുന്നു. ചിലർ വളരെ എന്താ പറയുക, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അവസ്ഥകളിൽ ജനിക്കുന്നു. ഇത് രണ്ടും എന്തുകൊണ്ട്? അവരുടെ മുമ്പ് ചെയ്ത പുണ്യപാപങ്ങൾക്കനുസരിച്ചാണ്. അപ്പൊ നമ്മുടെയൊക്കെ യോനി പാപയോനി അല്ലെങ്കിൽ പുണ്യയോനിയാണ്. അത് അച്ഛനും അമ്മയും ഏതെങ്കിലും പ്രത്യേക കുലത്തിൽ ജനിച്ചത് കൊണ്ടല്ല പാപയോനി പുണ്യയോനി എന്നൊക്കെ പറയുന്നത്. നമ്മളുടെ പൂർവകർമ്മങ്ങൾ പാപങ്ങളായതുകൊണ്ട്. യോനി എന്ന് പറഞ്ഞാൽ കാരണം എന്നർത്ഥമുണ്ട്. പ്രഭവ കാരണം, പ്രഭവസ്ഥാനം, ഉൽപ്പത്തി സ്ഥാനം ഒക്കെ അർത്ഥമാണ്. അപ്പം അത് കാരണം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളൊക്കെ പൂർവ പാപങ്ങൾ ചെയ്തത് കൊണ്ട് അണ്ടർ പ്രിവിലേജഡായിട്ട് പലരും ജനിക്കുന്നു. ചിലർ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവരായതുകൊണ്ട് അനുഗ്രഹീതരായി പ്രിവിലേജ്ഡായിട്ട് ജനിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഏപിസ്യു പാപയോനയ എന്ന് ഗീതയിൽ ഭഗവാൻ പറയും. സ്ത്രീയോ വൈശ്യ തഥാ ശൂദ്രാഹ. സ്ത്രീകളോ വൈശ്യന്മാരോ അതുപോലെ ശൂദ്രന്മാരോ ആയിക്കോട്ടെ, അവരുടെ കർമ്മങ്ങൾ, അവരുടെ അവസ്ഥകൾ അതെന്തോ ആയിക്കോട്ടെ, ഏപിസ്യു എന്ന് പറഞ്ഞാൽ അതെന്തോ ആയിക്കോട്ടെ എന്നാ. അവരേതോ അവസ്ഥയായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അവർക്ക് എന്നെ പ്രാപിക്കാം. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത് ശാന്തിം നിഗച്ഛതി. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഗംഭീരമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഗോപികാ മാഹാത്മ്യ സ്തുതി. ഗോപികാ മാഹാത്മ്യത്തെ 5 ഗംഭീര ശ്ലോകങ്ങളെ കൊണ്ട് ഉദ്ധവൻ സ്തുതിക്കുന്നു. 6ാമത്തതിൽ നമസ്കാരവും ചെയ്യുന്നു. അങ്ങനെ പഞ്ചപാദിക അല്ലെങ്കിൽ പഞ്ചരത്നം എന്ന് പറയാവുന്ന ശ്ലോകങ്ങളാണ്. നമുക്ക് ആദ്യം വായിക്കാം. ഭാഗവതം ദശമസ്കന്ധം 47-ാം അധ്യായം 38-ാം ശ്ലോകം മുതൽക്ക് തന്നെ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 47-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏവം പ്രിയതമാദിഷ്ടമാകർണ്യ വ്രജയോഷിതഃ താവൂചുരുദ്ധവം പ്രീതാഃ തൽസന്ദേശാഗത സ്മൃതീഃ. ഗോപ്യ ഊചുഃ ദിഷ്ട്യാ ഹിതോ ഹതകംസോ യദൂനാം സാനുഗോഘകൃത്. ദിഷ്ട്യാപ്തൈർലബ്ധ സർവാർത്ഥൈഃ കുശല്യാസ്തേ അച്യുതോ അധുനാ. കച്ചിത് ഗദാഗ്രജ സൗമ്യ കരോതി പുരയോഷിതാം. പ്രീതിം ന സ്നിഗ്ധ സവ്രീഡഃ സോദാരേക്ഷണാർച്ചിതഃ.
കഥം രതിവിശേഷജ്ഞഃ പ്രിയശ്ച വരയോഷിതാം നാനുബധ്യേത തദ്വാക്യൈർവിഭ്രമൈശ്ചാനുഭാജിതഃ അപി സ്മരതി നഃ സാധോ ഗോവിന്ദഃ പ്രസ്തുതേ ക്വചിത് ഗോഷ്ഠീമധ്യേ പുരസ്ത്രീണാം ഗ്രാമ്യാഃ സ്വൈരകദാന്തരേ താ കിം നിശാ സ്മരതി യാസു തദാ പ്രിയാഭിഃ വൃന്ദാവനേ കുമുദകുന്ദശശാങ്കരമ്യേ രേമേ ക്വണച്ചരണനൂപുരരാസഗോഷ്ഠ്യാം അസ്മാഭിരീഡിതമനോജ്ഞകദക്കദാചിത് അപേക്ഷ്യതീഹ ദാസാർഹഃ തപ്താഃ സ്വകൃതയാ ശുചാ സഞ്ജീവയന്നു നോ ഗാത്രൈഃ യഥേന്ദ്രോ വനമംബുധൈഃ കസ്മാത് കൃഷ്ണൈഃ യാതി പ്രാപ്തരാജ്യോ ഹതാഹിതഃ നരേന്ദ്രകന്യാ ഉദ്വാഹ്യ പ്രീതഃ സർവസുഹൃദ്വൃതഃ കിമസ്മാഭിർവനൗ ഗോഭിഃ അന്യാഭിർവാ മഹാത്മനഃ ശ്രീപദേരാപ്തകാമസ്യ ക്രിയേതാർത്ഥഃ കൃതാത്മനഃ പരം സൗഖ്യം ഹി നൈരാശ്യം സ്വൈരിണ്യപ്യാഹ പിംഗളാ തജ്ജാനതീനാം നഃ കൃഷ്ണേ തദാപ്യാശാ ദുരത്യയാ കൗത്സഹേത സന്ത്യക്തും ഉത്തമശ്ലോകസംവിദം അനിച്ഛതോപി യസ്യ ശ്രീഃ അംഗാന്നച്ഛവതേ ക്വചിത് സരിച്ഛൈലവനോദ്ദേശാ ഗാവോ വേണുരവായിമേ സംകർഷണസഹായേന കൃഷ്ണേനാചരിതാ പ്രഭോ പുനഃ പുനഃ സ്മാരയന്തി നന്ദഗോപസുതം വദ ശ്രീനികേതൈസ്തൽപതകൈർവിസ്മർത്തും നൈവ ശക്നുമഃ ഗത്യാ ലളിതയോദാരഹാസലീലാവലോകനൈഃ മാദ്വ്യാ ഗിരാ ഹൃതധിയഃ കഥം തം വിസ്മരാമഹേ ഹേ നാദ ഹേ രമാനാദ വ്രജനാദാർത്തിനാശന മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വൃജിനാർണവാത്. ശ്രീശുക ഉവാച തതസ്ഥാ കൃഷ്ണസന്ദേശൈർവ്യപേത വിരഹജ്വലാഃ ഉദ്ധവം പൂജയാഞ്ചക്രുഃ ജ്ഞാത്വാത്മാനമധോക്ഷജം. ഉവാസ കതിജിന്മാസാൻ ഗോപീനാം വിനുദൻ ശുചഃ കൃഷ്ണലീലാകഥാം ഗായൻ രമയാമാസ ഗോകുലം. യാവന്ത്യഹാനി നന്ദസ്യ വ്രജേ വാർസീത് സ ഉദ്ധവഃ വ്രജൗകസാം ക്ഷണപ്രായാണ്യാസൻ കൃഷ്ണസ്യ വാർത്തയാം. സരിദ്വനഗിരിദ്രോണീഃ വീക്ഷ്യൻ കുസുമിതാൻ ദ്രുമാൻ കൃഷ്ണം സംസ്മരയൻ രേമേ ഹരിദാസോ വ്രജൗകസാം. ദൃഷ്ട്വൈവ മാദിഗോപീനാം കൃഷ്ണാവേശാത്മവിക്ലവം ഉദ്ധവഃ പരമപ്രീതഃ താ നമസ്യന്നിദം ജഗൗ. ഏതാഃ പരം തനുഭൃതോ ഭുവി ഗോപബദ്ധ്വോ ഗോവിന്ദ ഏവ നിഖിലാത്മനിരൂഢഭാവാഃ. വാഞ്ചന്തി യദ്ഭവഭിയോ മുനയോ വയം ച കിം ബ്രഹ്മജന്മഭിർ അനന്തകഥാരസസ്യ. ക്വേമാ സ്ത്രിയോ വനചരീർവ്യഭിചാരദുഷ്ടാഃ കൃഷ്ണേ ക്വചൈഷ പരമാത്മനിരൂഢഭാവഃ. നന്വീശ്വരോനുഭജതോ വിദുഷോऽപി സാക്ഷാത് ശ്രേയസ്തനോത്യഗതരാജൈവോപയുക്തഃ. നായം ശ്രിയോऽംഗൗ നിതാന്തരതേഃ പ്രസാദഃ സ്വർയോഷിതാം നളിനഗന്ധരുചാം കുതോന്യാഃ. രാസോത്സവേസ്യ ഭുജദണ്ഡഗൃഹീതകണ്ഡലബ്ധാശിഷാം യൗദഗാദ്വ്രജവല്ലവീനാം. ആസാമഹോ ചരണരേണുജുഷാം അഹം സ്യാം വൃന്ദാവനേ കിമപി ഗുൽമലദൗഷധീനാം. യാ ദുസ്ത്യജം സ്വജനമാര്യപദം ച ഹിത്വാ ഭേജുർമുകുന്ദപദവീം ശ്രുതിഭിർവിമൃഗ്യാം. യാ വൈ ശ്രിയാർച്ചിതം അജാതിഭിരാപ്തകാമൈഃ യോഗേശ്വരൈരപി യദാത്മനിരാസഗോഷ്ഠ്യാം. കൃഷ്ണസ്യ തദ്ഭഗവതശ്ചരണാരവിന്ദം ന്യസ്തം സ്തനേഷു വിജഹുഃ പരിരഭ്യതാപം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശഃ യാസാം ഹരികഥോദ്ഗീതം പുനാതിഭുവനത്രയം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശഃ യാസാം ഹരികഥോദ്ഗീതം
പുനാതിഭുവനത്രയം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീശുക ഉവാച അധ ഗോപീരനുജ്ഞാപ്യ യശോദാം നന്ദമേവ ച ഗോപാൻ ആമന്ത്ര്യദാസാർഹോ യാസ്യൻ ആരുരുഹേ തം നിർഗതം സമാസാദ്യ നാനോപായനപാണയഃ നന്ദാദയോനുരാഗേണ പ്രാവോചൻ അശ്രുലോചനാഃ. മനസോ വൃത്തയോ ന സ്യുഃ കൃഷ്ണപാദാംബുജാശ്രയാഃ. വാചോപിദായിനീർനാംനാം കായസ്ഥൽപ്രഹ്വണാദിഷു കർമ്മഭിർഭ്രാമ്യമാണാനാം യത്ര ക്വാവീശ്വരേച്ഛയാ മംഗളാചരിതൈർദാനൈർരതിർനഃ കൃഷ്ണൈശ്വരേ. ഏവം സഭാജിതോ ഗോപൈഃ കൃഷ്ണഭക്ത്യാ നരാധിപ ഉദ്ധവഃ പുനരാഗച്ഛൻ മധുരാം കൃഷ്ണപാലിതാം. കൃഷ്ണായ പ്രണിപത്യാഃ ഭക്ത്യുദ്വേഗം വ്രജൗകസാം വസുദേവായ രാമായ രാജ്ഞേ ചോപായനാന്യദാത്. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഉദ്ധവ പ്രതിയാനേ സപ്തചത്വാരിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണ. അപ്പോ ഗോപികമാരുടെ ഭഗവാനെ കാണാനുള്ള കൊതിയോടുകൂടിയതായിട്ടുള്ള ഭഗവാനെ കുറിച്ചിട്ടുള്ള കുശല പ്രശ്നങ്ങൾ, ഭഗവാനെ മറക്കാനേ പറ്റുന്നില്ല എന്നുള്ളതായിട്ടുള്ള അവരുടെ കുണ്ഠിതം, എവിടെ നോക്കിയാലും കൃഷ്ണന്റെ പാദം പതിഞ്ഞ സ്ഥലങ്ങളേ ഉള്ളൂ, എന്ത് കണ്ടാലും കൃഷ്ണസ്മരണയേ ഉള്ളൂ. കുട്ടികൾ വേണുഗാനം ചെയ്യുമ്പോൾ പോലും കൃഷ്ണൻ പഠിപ്പിച്ചതാണെന്നുള്ള ഓർമ്മയേ വരുന്നുള്ളൂ എന്നെല്ലാം വിസ്തരിച്ച് പറഞ്ഞ് ഭഗവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. എങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ ലളിതമായ ഗതി കൊണ്ടും ഉദാരഹാസലീല അവലോകനങ്ങളെ കൊണ്ടും മധുരമായ വാക്കുകളെ കൊണ്ടും ഞങ്ങളുടെ ഹൃദയത്തെ ബുദ്ധിയെല്ലാം അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അങ്ങനെയുള്ള ആ കൃഷ്ണനെ ഞങ്ങൾ എങ്ങനെ മറക്കാനാണ്? കഥം തം വിസ്മരാമഹേ എന്ന് പറഞ്ഞ് അവരനുഭവിക്കുന്ന താപത്തിൻ്റെ ആ ഒരു ആധിക്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ വിവിധ നാമങ്ങൾ വിളിച്ചുകൊണ്ട് ഭഗവാനെ രക്ഷകനായി കണ്ടുകൊണ്ട്, ഹേ നാഥ, ഹേ രമാനാഥ, വ്രജനാഥ, ആർത്തിനാശന, ഗോവിന്ദ, വൃജിനാർണവാത് മഗ്നം ഗോകുലം ഉദ്ധര. ദുഃഖസാഗരത്തിൽ മുഴുകിയിരിക്കുന്ന ഈ ഗോകുലവാസികളെ മുഴുവൻ അങ്ങ് വന്ന് ഉദ്ധരിച്ചാലും ഞങ്ങൾക്ക് അങ്ങയെ കാണണം. അങ്ങയെ കണ്ടാലേ ഞങ്ങളുടെ ഉള്ളിലുള്ള ആധിക്യ ശമനമുണ്ടാവുള്ളൂ. വാസ്തവത്തിൽ ഈശ്വരനെ അന്വേഷിക്കുന്നവരായ ഏത് സാധകന്റെ ഉള്ളിലും ഈ ഒരു തീവ്രമായിട്ടുള്ള ആ ഭഗവാനെ കാണാനുള്ള കൊതി ഉണ്ടാവണം. രാമകൃഷ്ണ പരമഹംസരുടെയൊക്കെ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഭാവങ്ങളൊക്കെ കാണാം. തൻ്റെ ദേവതയായ കാളിയെ വിളിച്ചുകൊണ്ട്, കാളിയുടെ ദർശനത്തിനായിക്കൊണ്ട് എത്ര കരയുന്നു, എന്തെല്ലാം ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു. അതൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹത്തെ ഒരു ഭ്രാന്തൻ എന്ന് മൂഢജനങ്ങൾ തെറ്റിദ്ധരിച്ചത്.
ദക്ഷിണേശ്വരത്തിലെ ഭ്രാന്തൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഭ്രാന്തനെ പോലെ അലറിയിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളൊരു ഭാഗമാണത്രേ ഈ ഭാഗവതത്തിലെ ഈ ഉദ്ധവൻ ഗോപികമാരെ സ്തുതിക്കുന്നതായിട്ടുള്ള ഈ 5 ശ്ലോകങ്ങളിലുള്ള സ്തുതി. വിവേകാനന്ദ സ്വാമികളെ കൊണ്ട് ഈ 5 ശ്ലോകങ്ങൾ പാടാൻ പറയും. വിവേകാനന്ദ സ്വാമികളുടെ നല്ല ഗംഭീര സ്വരവും ശബ്ദവും സംഗീതവും ഒക്കെ ഉള്ള ആളാണ്. അദ്ദേഹം അത് നന്നായിട്ട് പാടുമ്പോൾ 2 ശ്ലോകം കഴിയുമ്പോഴേക്കും രാമകൃഷ്ണ പരമഹംസർ സമാധിയിലായിരിക്കും. പിന്നെ അദ്ദേഹം എപ്പോഴാ ഉണരുക എന്ന് പറയാൻ പറ്റില്ല എന്ന്. അപ്പം അതുപോലെ എത്രയോ മഹാത്മാക്കൾ ഭഗവാന് വേണ്ടി വിളിച്ചു കരഞ്ഞിട്ടുണ്ട്. ആ ഒരു തീവ്രമായിട്ടുള്ള ദാഹം നമുക്കും ഉണ്ടാവണം ഭഗവാനെ കാണാൻ. അതുണ്ടാവുമ്പോഴാണ് ഭഗവത് ദർശനം ഉണ്ടാവുക. ഈ രാമകൃഷ്ണ പരമഹംസർ തന്നെ പറയുക, എങ്ങനെയാണോ ഒരു വെള്ളത്തിൽ മുങ്ങിപ്പോയതായിട്ടുള്ള ഒരാൾ ശ്വാസത്തിന് വേണ്ടി തുടിക്കുക, വെള്ളത്തിന്റെ പുറത്തേക്ക് വന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യാനായിട്ടുള്ള വെമ്പലുണ്ടാവും. മുങ്ങി ഒരാളെ നമ്മൾ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുക, വെള്ളത്തിന്റെ അടിയിലേക്ക് അമുക്കി പിടിച്ചാൽ അയാൾക്ക് ശ്വാസം കിട്ടാൻ വേണ്ടി എത്ര വ്യഗ്രതയുണ്ടാവും, പ്രാണന് വേണ്ടി പിടയ്ക്കും. അതുപോലെ നമ്മൾ ഈശ്വരന് വേണ്ടി കരയണം, ഈശ്വരന് വേണ്ടി ദാഹിക്കണം. ഇതാണ് മഹാത്മാക്കളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ ആ ഒരു തീവ്രമായിട്ടുള്ള ഭക്തി, ഭഗവാനെ കാണണം, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണം എന്നുള്ളതായിട്ടുള്ള തീവ്രമായിട്ടുള്ള ഭക്തി ഉണ്ടാവണം എന്ന് പറയണം. എന്ന് വെച്ചാൽ ഇതാണ് ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളിലും നമുക്ക് വിരക്തി വന്ന് ഈശ്വരന് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈശ്വര തത്വം എന്താണെന്ന് ഈശ്വരൻ തന്നെ വെളിവാക്കി തരിക. അതുവരയ്ക്ക് മായയുടെ സ്വാധീനം നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. ആരാണോ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നത് അവര് മായയെ തരണം ചെയ്യുന്നു. അപ്പോ ഇവിടെ ഗോപികമാരെന്താ ചെയ്യണം? ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുക. അപ്പൊ അവര് മായയെ തരണം ചെയ്യാതിരിക്കുമോ? ഒരിക്കലും ഇല്ല. അവര് മായയെ തരണം ചെയ്തിരിക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പൊ അങ്ങനെ അവര് വാവിട്ട് നിലവിളിച്ച് ഭഗവാന് വേണ്ടി കരഞ്ഞു. ഹേ നാദ ഹേ രമാനാദ വ്രജനാദാർത്തിനാശന മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വൃജിനാർണവാദ്. ഇങ്ങനെ ഗോപികമാര് വീണ്ടും വീണ്ടും ഉദ്ധവൻ പറഞ്ഞുകൊടുത്ത ഭഗവത് സന്ദേശങ്ങളെ കൊണ്ട് ശാന്തരായി ഉദ്ധവനെ ഗുരുതുല്യനായി പൂജിച്ചു. അവരവരെ ഭഗവാനെന്ന് തിരിച്ചറിഞ്ഞു എന്നും കൂടി പറയുന്നുണ്ട്. ജ്ഞാത്വാ ആത്മാനം അധോക്ഷജം, ആത്മാനം അധോക്ഷജം ജ്ഞാത്വാ. നമ്മുടെ ഉള്ളിൽ നമ്മളെ നമ്മളാക്കിയിരിക്കുന്ന നമ്മുടെ ആത്മാ അത് അധോക്ഷജനാണ്, ഭഗവാൻ തന്നെയാണ് എന്ന് അവരറിഞ്ഞുകൊണ്ട് അതിന് വഴി കാണിച്ച ഗുരുതുല്യനായ ഉദ്ധവനെ പൂജിച്ചു. ഉദ്ധവൻ ഗോപികമാരുടെ ദുഃഖങ്ങളെല്ലാം അകറ്റിക്കൊണ്ട് കുറച്ചു കാലം അവിടെ തന്നെ കുറച്ച് മാസങ്ങൾ താമസിച്ചു. കൃഷ്ണലീലാ കഥകളെ കൊണ്ട് ആ ഗോകുലത്തെ രമിപ്പിച്ചു. അങ്ങനെ ഉദ്ധവൻ എത്ര ദിവസം അവിടെ താമസിച്ചുവോ അത്രയും ദിവസം വ്രജവാസികൾക്ക് മുഴുവൻ ക്ഷണപ്രായമായിട്ട് പോയി. എന്തുകൊണ്ട്? കൃഷ്ണസ്യ വാർത്തയ, ഭഗവാനെ കുറിച്ച് തന്നെ സംസാരിച്ചിരുന്നത് കൊണ്ട് ദിവസങ്ങൾ പോയത് അവരറിഞ്ഞില്ല, ക്ഷണം പോലെ പോയി. അങ്ങനെ ആ ഹരിദാസനായ ഉദ്ധവൻ ഭഗവാൻ എവിടെയൊക്കെ സഞ്ചരിച്ചിരുന്നുവോ അവിടെയെല്ലാം സഞ്ചരിച്ചുകൊണ്ട് സരിദ്വനഗിരിദ്രോണീഹി വീക്ഷന് കുസുമിതാൻ ദ്രുമാൻ, പൂത്തു നിൽക്കുന്ന പുഷ്പങ്ങളെയും എല്ലാം കണ്ടുകൊണ്ട് കൃഷ്ണനെ സ്മരിപ്പിച്ചുകൊണ്ട് വ്രജവാസികൾക്ക് സന്തോഷം നൽകിക്കൊണ്ട് രമിച്ചു ആ ഹരിദാസൻ.
ഇങ്ങനെ ഗോപികമാരുടെ കൃഷ്ണാവേശ ആത്മവിക്ലവം ദൃഷ്ട്വാ ഉദ്ധവ പരമപ്രീത താ നമസ്യൻ ഇതം ജഗൗ. ആ മനസ്സ് മുഴുവൻ കൃഷ്ണനിൽ ആവേശിച്ച് അവരുടെ ഉള്ളിലുള്ള ആത്മവിക്ലവം, അവരുടെ ആ ഒരു വൈക്ലവ്യാവസ്ഥ, ഭക്തി പാരവശ്യം, പ്രേമ പാരവശ്യം, അതിനെ കണ്ടിട്ട് ഉദ്ധവൻ അവരുടെ ആ ഒരു ഭക്തിയിൽ പരമപ്രീതനായിട്ട് അവരെ നമസ്കരിച്ചുകൊണ്ട് ഇത് പാടി എന്ന ഇതം ജഗൗ, ഈ ഗാനം ചെയ്തു എന്ന ആ ഉദ്ധവൻ പാടിയ ഗാനമാണ് ഈ പഞ്ചപാദിക എന്നും പഞ്ചരത്നം എന്നും ഒക്കെ വിളിക്കുന്നതായിട്ടുള്ള 5 ശ്ലോകങ്ങൾ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏതാഃ പരം തനുഭൃതോ ഭുവി ഗോപവധ്വോ ഗോവിന്ദ ഏവ നിഖിലാത്മനിരൂഢഭാവാഃ വാഞ്ചന്തി യദ്ഭവഭിയോ മുനയോ വയം ച കിം ബ്രഹ്മജന്മഭിരനന്ദകധാരസസ്യ. ഏതാഃ പരം തനുഭൃതോ ഭുവി ഗോപവധ്വോ ഗോവിന്ദ ഏവ നിഖിലാത്മനിരൂഢഭാവാഃ വാഞ്ചന്തി യദ്ഭവഭിയോ മുനയോ വയം ച കിം ബ്രഹ്മജന്മഭിർ അനന്തകഥാരസസ്യ. ഇപ്പോ ഉദ്ധവൻ പറയണ ഈ ഭൂമിയില് ഏതാഹ ഗോപവധ്വഃ പരം തനുഭൃതഃ. ഏതാഹ ഗോപവധ്വഃ, ഈ ഗോപവധുക്കളാണ്, ഈ ഗോപികമാരാണ്, ഈ ഗോപസ്ത്രീകളാണ് ഈ ഭൂമിയിൽ വെച്ച് തനുഭൃത്തുക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠന്മാരെന്ന്. പരം തനുഭൃതഃ, തനുഭൃതാം മധ്യേ ശ്രേഷ്ഠം എന്നർത്ഥം. ശരീരമെടുത്തിരിക്കുന്നവരിൽ വെച്ച് ധന്യർ, ഏറ്റവും ശ്രേഷ്ഠരായിരിക്കുന്നവർ, ഏറ്റവും പരമന്മാരായിരിക്കുന്നവർ, പരമകളായിരിക്കുന്നവർ എന്നർത്ഥം. അതാണ് പരം തനുഭൃത. തനുഭൃത്തുക്കളിൽ വെച്ച് തനുഭൃതാം മധ്യേ പരം. അപ്പോ ഇവരാണ് ധന്യകൾ എന്ന് പറഞ്ഞു തുടങ്ങണം. എന്താ കാരണം? എന്തുകൊണ്ട് അവർ ധന്യകൾ? ഗോവിന്ദേയേവ നിഖിലാത്മനി രൂഢഭാവാഃ. നിഖിലാത്മനി ഗോവിന്ദേയേവ രൂഢഭാവാഃ. നിഖിലാത്മനി ഗോവിന്ദേ. ഗോവിന്ദൻ ആരാണ്? നിഖിലാത്മാവാണ്. നിഖിലങ്ങളുടെയും ആത്മാ, സകല ചരാചരങ്ങളുടെയും ആത്മാ അസ്തിത്വം, എല്ലാറ്റിനും എക്സിസ്റ്റൻസ് കൊടുക്കുന്ന, എല്ലാറ്റിനും പരമകാരണമായിരിക്കുന്ന വസ്തു. അപ്പൊ എല്ലാറ്റിനും കാരണഭൂതനായിരിക്കുന്ന ജന്മാദ്യസ്യ യതഃ സത്യം പരം ധീമഹി എന്ന് നമ്മൾ മുമ്പിൽ പറഞ്ഞ ആ പരമസത്യം തന്നെയാണ് ഇവിടെ ഗോവിന്ദൻ. ആ പരമസത്യസ്വരൂപനായ ഗോവിന്ദനിൽ എല്ലാവരുടെ ആത്മാവുമായിരിക്കുന്ന, എല്ലാവരെയും രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, സർവചരാചരങ്ങളെയും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഗോവിന്ദൻ. ഗോക്കളെ എല്ലാം പരിപാലിക്കുന്നവൻ. ഗോക്കൾ എന്ന് പറഞ്ഞാൽ പശുക്കൾ മാത്രമല്ല, എല്ലാം ചലിക്കുന്നതാണ് താനും. സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും ഭൂമിയും എല്ലാം ഗോക്കളാണ്. ഗാലക്സികളൊക്കെ ഗോക്കളാണ്. ഇതിലിവിടെ വാസ്തവത്തിൽ സ്ഥാവരം എന്ന് പറയുന്നത് നമ്മളൊരു കമ്പാരിസണിൽ മാത്രം പറയുന്നതാണ്. അബ്സല്യൂട്ടായിട്ടുള്ള സ്ഥാവരങ്ങളൊന്നുമില്ല. അപ്പൊ എല്ലാം ഗോക്കളാണ്. ആ ഗോക്കളെ മുഴുവൻ പരിപാലിക്കുന്നവനാണ് ആ ഗോവിന്ദൻ. നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ രക്ഷിക്കുന്നവനാണ്, പരിപാലിക്കുന്നവനാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അറിയാൻ കഴിയാത്തവനാണ്. വേദവാക്കുകളെ കൊണ്ട് അറിയാൻ കഴിയുന്നവനാണ്. ഇങ്ങനെ ഒരുപാട് അർത്ഥത്തോടു കൂടിയ ആ ഗോവിന്ദനിൽ, നിഖിലാത്മാവായ ഗോവിന്ദനിൽ, സർവാത്മാവായ ഗോവിന്ദനിൽ ഏവ, അതിൽ മാത്രം, വേറൊന്നിലും അവർക്ക് ഭാവം ഉറച്ചിട്ടില്ല, ഭാവമില്ല. രൂഢഭാവാഹ നല്ലതുപോലെ ഉറച്ചതായിട്ടുള്ള ഭക്തിഭാവത്തോടു കൂടിയവർ, പ്രേമഭാവത്തോടു കൂടിയവർ.
അപ്പൊ ഇതാണ് സാധിക്കേണ്ടത്. ഇതാണ് ജന്മത്തിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യം. അല്ലേ? ഏതാവാൻ ജന്മലാഭശ്ച അന്തേ നാരായണ സ്മൃതി എന്ന് ഭാഗവത ആരംഭത്തിൽ പറഞ്ഞു. ഏതാവാൻ പരം പുംസാം ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. ജന്മലാഭ പുംസാം പരമമായിട്ടുള്ള ജന്മലാഭം. നമ്മളൊക്കെ മനുഷ്യരായിട്ട് ജനിച്ചു. അതിന്റെ ഏറ്റവും വലിയ പ്രയോജനം എന്തായിരിക്കണം? അന്തേ നാരായണ സ്മൃതി. നമ്മൾ എപ്പോഴാണ് മരിക്കാമെന്നൊന്നും അറിയില്ല. എപ്പോഴും നാരായണ സ്മൃതി എന്ന് അർത്ഥമാണ്. എപ്പോൾ വേണമെങ്കിൽ മരിക്കാൻ തയ്യാറായിരിക്കണം. ആ മരിക്കാൻ തയ്യാറായിരിക്കുമ്പോഴൊക്കെ നാരായണ സ്മൃതി ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ നാരായണനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഈ ദേഹം വെടിഞ്ഞു കഴിഞ്ഞാൽ നാരായണനെ തന്നെ പ്രാപിക്കുന്നു. വിദേഹമുക്തരായി നാരായണനിൽ ലയിക്കുന്നു. അപ്പൊ ഇവിടെ ദേഹത്തിലിരിക്കുമ്പോഴും നാരായണ സ്മൃതി സാധിക്കുക, ദേഹം വെടിയുമ്പോഴും നാരായണ സ്മൃതി സംഭവിക്കും. ഇത് സാധിച്ചിരിക്കുന്നു ആർക്ക്? ഈ ഗോപികമാർക്ക്. നിഖിലാത്മനി ഗോവിന്ദേയേവ രൂഢഭാവാ. സത്യം പരം ധീമഹി എന്ന് പറഞ്ഞാൽ നമ്മൾ പെടാപ്പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഈ പരമസത്യത്തിൽ മനസ്സുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ധീമഹി, ഞങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ സത്യസ്വരൂപനെ കൃഷ്ണരൂപമായിട്ടും സകലാത്മാവായിട്ടും ഗോപികമാര് മനസ്സിൽ ഉറച്ചു വച്ചിരിക്കുന്നു. പറയുന്നു, വാഞ്ചന്തി യത് ഭവഭിയോ മുനയോ വയം ച. ഏതൊന്നാണോ വാഞ്ചന്തി ആഗ്രഹിക്കുന്നു, ആരാൽ? ഭവഭിയ മുനയഃ, ഈ ഭവത്തെ ഭയപ്പെട്ടുകൊണ്ട് മുനികളായി തീർന്നവർ. ഈ സംസാരം ദുഃഖമാണെന്നറിഞ്ഞ് ഈ സംസാരത്തിലല്ല രമിക്കേണ്ടത്, ഇതിന്റെ പുറകെയല്ല പോകേണ്ടത്, ഇത് ഭയപ്പെടേണ്ടതാണ്, അനിത്യം അസുഖം, ഇതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ദുഃഖങ്ങൾ പരമ്പരയായിട്ട് വന്നുകൊണ്ടേയിരിക്കും, ഒരിക്കലും ശാന്തി കിട്ടാൻ പോകുന്നില്ല എന്നറിഞ്ഞ് വൈരാഗ്യം വന്നവരായിട്ടുള്ള മുനയഃ, അന്തർമുഖന്മാരായി ധ്യാനനിരതരായിരിക്കുന്ന മുനികൾ. അപ്പൊ സത്യാന്വേഷികളായിരിക്കുന്ന മുനികൾ പോലും ഭവഭ്യഃ മുനയഃ യത് വാഞ്ചന്തി, യാതൊന്നിനെ കാംക്ഷിക്കുന്നുവോ, വയം ച, ഞങ്ങളെ പോലെയുള്ള ഭക്തന്മാരും എന്ന് ഉദ്ധവൻ പറയുകയാണ്. ഞങ്ങളും ഭഗവാന്റെ പ്രിയതമന്മാരായ ഭക്തന്മാരായ ആളുകളും ഏതൊന്ന് ആഗ്രഹിക്കുന്നുവോ അത് ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾക്ക് കിട്ടാത്തത്, വലിയ വലിയ ആൾക്കാർക്ക് കിട്ടാത്തത് ഈ ഗോപികമാർക്ക് സുലഭമായി ലഭിച്ചിരിക്കുന്നു. അവർക്ക് ഭഗവാനോടുള്ളതായിട്ടുള്ള ആ ഭക്തി ഉറച്ചിരിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ ഇപ്പോൾ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ആ കൃഷ്ണന്റെ തത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് കൃഷ്ണനെ ഭജിക്കുന്നത്. കൃഷ്ണനെ വെറുമൊരു മൂർത്തിയായി അല്ലെങ്കിൽ ഒരു വ്യക്തിയായി കണ്ടുകൊണ്ടാണ് ആരംഭിച്ചതെങ്കിലും, ഒരു കാമുകനായിട്ട് ആഗ്രഹിച്ച് കൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ടൊക്കെ തുടങ്ങിയതാണെങ്കിലും പിന്നീട് അവരെത്തിച്ചേർന്നത് ആ കൃഷ്ണൻ എല്ലാവരുടെയും ഭർത്താവാണെന്നുള്ള അറിവിലാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രമല്ല, ഏതെങ്കിലും സ്ത്രീകളുടെ മാത്രം ഭർത്താവല്ല ഭഗവാൻ, സകല ജീവന്മാരുടെയും ഭർത്താവാണ്. എല്ലാ ജീവന്മാരും ഈ ഭഗവാനാൽ തന്നെയാണ് ഭരിക്കപ്പെടുന്നത്, വഹിക്കപ്പെടുന്നത്. എല്ലാവരും ഇവിടെ തന്നെയാണ് ചെന്ന് ചേരേണ്ടത്. ഇവൻ തന്നെയാണ് നാരായണൻ. ഈ എല്ലാ നരങ്ങൾക്കും നരന്മാർക്കും ഗതിയായിരിക്കുന്നവൻ, എല്ലാവർക്കും ആശ്രയമായിരിക്കുന്നവൻ. ഇവനെയല്ലേ എല്ലാവരും ഭർത്താവായി വരിക്കേണ്ടത്. വിവേകമുള്ളവരെല്ലാവരും ഇവനെയാണ് ഭർത്താവായിട്ട് വരിക്കേണ്ടത്. കാരണം ഇവൻ മാത്രമാണ് ശാശ്വതമായ ഭർത്താവ്. ബാക്കി എല്ലാ ഭർത്താക്കന്മാരും അവരെ തന്നെ നോക്കാൻ വയ്യ. അവരൊക്കെ ഇറയി പിടിച്ച് തൂങ്ങിയ ആളുകളാണ്. അവരുടെ കുതി പിടിച്ച് തൂങ്ങി അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക.
അപ്പൊ ആശ്രയിക്കേണ്ടത് ആരെയാണ്? ഭഗവാനെയാണ്. അപ്പോൾ ആ ഭഗവാനെ എപ്പോഴും ഭഗവാനിൽ മനസ്സുറയ്ക്കാൻ വേണ്ടി മുനികൾ പോലും, സംസാര ഭയമുള്ളവരായ വിരക്തരായ മുനികൾ പോലും ഏതൊന്നിനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുവോ, ഞങ്ങളും ഏതൊന്നിനെ ആഗ്രഹിക്കുന്നുവോ അത് ഇവർക്ക് സുലഭമായിട്ട് സാധിച്ചിരിക്കുന്നു. ഇവരല്ലേ ധന്യധന്യകൾ. കിം ബ്രഹ്മജന്മഭിഹി അനന്തകഥാരസസ്യ. ഇവിടെ അനന്തകഥാരസസ്യ രണ്ട് രീതിയിൽ അതിന് പറയാം. അനന്തകഥാരസസ്യ ബ്രഹ്മജന്മഭിഹി കിം. അനന്തകഥയിൽ രസമുള്ള ഒരുവന് ബ്രാഹ്മണ ജന്മം എന്തിന് എന്നൊരു ചോദ്യം. ബ്രഹ്മജന്മഭിഹി കിം. അവന് ബ്രാഹ്മണ ജന്മം വേണമെന്നൊന്നും ഇല്ല. അനന്തകഥയിൽ രസമുണ്ടോ അവനാണ് ഉത്തമൻ. അവൻ ആരായിക്കോട്ടെ, അവൻ ബ്രാഹ്മണനാവണമെന്ന് ഇല്ല. ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠനാണ് ആര്? അനന്തകഥയിൽ രസമുള്ളവൻ ആരോ അവൻ. ഭാഗവതമാണ് പറയുന്നത്, ഉദ്ധവനാണ് പറയുന്നത്, വ്യാസനാണ് പറയുന്നത്, ശ്രീശുക ബ്രഹ്മർഷിയാണ് പറയുന്നത്, ഞാനുണ്ടാക്കിയതല്ല. അപ്പൊ അനന്തകഥാരസസ്യ ബ്രഹ്മജന്മഭിഹി കിം. അനന്തകഥയിൽ രസമുള്ളവനാണെങ്കിൽ അവന് ബ്രാഹ്മണ ജന്മമൊന്നും ആവശ്യമില്ല. ബ്രാഹ്മണ ജന്മം കൊണ്ട് സവിശേഷമായിട്ട് സാധിക്കേണ്ടതായിട്ടൊന്നുമില്ല. കാരണം ഓൾറെഡി സാധിച്ചിരിക്കുന്നു. ആനക്കാലിൽ എല്ലാ കാലും പെട്ടിരിക്കണം. ആനക്കാലം എന്ന് പറഞ്ഞാൽ ആനയുടെ കാലടി, ആനയുടെ കാൽപാദത്തിന്റെ അടയാളം ഭൂമിയിൽ പതിഞ്ഞാൽ എത്ര വലിപ്പമുണ്ട്? അതിനേക്കാൾ വലിയ കാലുള്ള ഏതെങ്കിലും ഒരു ജന്തു ഉണ്ടോ? ഏത് ജന്തുവിന്റെ കാലും ആനക്കാലിന്റെ അടിയിൽ ഉള്ളിൽപ്പെടുത്താവുന്നതാണ്. അതിപ്പോ ഒട്ടകമായാലും ശരി, കുതിരയായാലും ശരി, പോത്തായാലും ശരി, കാണ്ടാമൃഗമായാലും ശരി, ഹിപ്പോപ്പൊട്ടാമസ് ആയാലും ശരി, എല്ലാറ്റിന്റെ കാലും ആനക്കാലിന്റെ ഉള്ളില് ഒതുങ്ങാനേ ഉള്ളൂ. അപ്പൊ ഒരു ഭക്തൻ ബ്രാഹ്മണ ജന്മം കൊണ്ടും നേടേണ്ടതെന്തോ അത് നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് അവിടെ മറ്റേ ഗീതയിലും പറയുന്ന സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറയുമ്പോൾ ഗീതയില് പറയുമല്ലോ, അവന് എന്താണ് എന്ത് ആവശ്യമാണുള്ളത് എന്ന് ചോദിക്കും. എന്താണ് പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്നില്ല. ഏതാ ശ്ലോകം എന്ന് പെട്ടെന്ന് ഓർമ്മ വരില്ല. അതിന് സമാനമായിട്ടുള്ളൊരു ശ്ലോകമാണ് ആപൂര്യമാണ് അചലപ്രതിഷ്ഠം സമുദ്രമാപഹ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമി. അതുപോലൊരു ശ്ലോകമുണ്ട്. അപ്പം എന്തായാലും എല്ലാം നേടിക്കഴിഞ്ഞ എല്ലാ ജന്മങ്ങളെ കൊണ്ടും എന്താണോ നേടേണ്ടത് അത് നേടിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഉത്തമ ഭക്തൻ അല്ലെങ്കിൽ ഈ ഗോപികമാര്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പദവിയെ, ആ ഒരു അവസ്ഥയെ നിരന്തരം ഭഗവാനെ തന്നെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ ആർക്ക് സാധിച്ചുവോ അവൻ ശ്രേഷ്ഠനാകുന്നു. ആരേക്കാൾ? ഭഗവത് ഭക്തി ഇല്ലാത്ത ബ്രാഹ്മണനേക്കാൾ. അത് മറ്റൊരർത്ഥത്തിൽ ഇവിടെ അനന്തകഥാരസസ്യ എന്നുള്ളതിനെ അനന്തകഥ അരസസ്യ എന്നും പിരിക്കാം. ആ ദീർഘം അപ്പുറത്തേക്കും പുറത്തേക്കും ആക്കി കഴിഞ്ഞാൽ അനന്തകഥ അരസസ്യ.
അനന്തകഥയിൽ അരസനാണെങ്കിൽ, അരസൻ എന്ന് പറഞ്ഞാൽ രസമില്ലാത്തവൻ, അനന്തന്റെ കഥയിൽ രസമില്ലാത്തവൻ ബ്രാഹ്മണനായിട്ട് ബ്രഹ്മജന്മം കിട്ടിയിട്ട് എന്ത് കാര്യം? കിം? ഇത് നമ്മളെ പ്രഹ്ലാദ സ്തുതിയിലും പ്രഹ്ലാദൻ പറയുന്നുണ്ട്. 12 ഗുണമുള്ള ബ്രാഹ്മണനായിക്കോട്ടെ, പക്ഷേ ഭഗവാനിൽ ഭക്തിയില്ലെങ്കിൽ, ഭഗവാനിൽ ഭക്തിയുള്ള ഒരു ചണ്ടാളനാണ് അവനേക്കാൾ ശ്രേഷ്ഠൻ. കാരണം ആ ചണ്ടാളൻ തന്റെ ജന്മം കൊണ്ട് തന്റെ കുലത്തെ പവിത്രീകരിക്കുന്നു. മറ്റേയാൾ അങ്ങനെയല്ല. അയാൾ തന്റെ അഹങ്കാരം, അഭിമാനം, ആഢ്യത്വം എല്ലാം കൊണ്ടും സ്വയം നശിക്കുന്നു, ഈശ്വരനെ പ്രാപിക്കുന്നില്ല. അപ്പോൾ ഈശ്വരനെ പ്രാപിക്കാൻ പ്രധാനം എന്താണ്? ഭക്തിയാണ്. അല്ലാതെ കുലമഹിമയോ ഏതെങ്കിലും പ്രത്യേക പാണ്ഡിത്യമോ എന്തെങ്കിലും യോഗ്യതകളോ ഒന്നുമല്ല. അവിടെയും എണ്ണി പറഞ്ഞു. അപ്പൊ ഈ ഭാഗവതത്തിലെ ഏറ്റവും ഉത്തമന്മാരായിട്ടുള്ള 2 ഭക്തന്മാരാണ്, അല്ലെങ്കിൽ ഭക്ത സമൂഹമാണ് ഗോപികമാരും അതുപോലെ പ്രഹ്ലാദനും. ഈ 2 പേർക്കും എന്താ പറയുക, പ്രത്യേകിച്ച് യോഗ്യതകളൊന്നുമില്ല. പ്രഹ്ലാദൻ എന്ന് പറയുമ്പോൾ അസുരബാലനാണ്. അച്ഛൻ ഈശ്വരാരാധനയ്ക്ക് ഒരു സാധ്യതയും കൊടുത്തിട്ടില്ല, എല്ലാം നിഷേധിച്ചും ഉപദ്രവിച്ചിട്ടുമേ ഉള്ളൂ. അങ്ങനെ പ്രതികൂല സാഹചര്യമായിരുന്നിട്ടും, അസുരപുത്രനായിരുന്നിട്ടും, വേണമെങ്കിൽ വിഷയസുഖങ്ങളിൽ രമിക്കാമായിരുന്നിട്ടും, ഒരു രാജകുമാരൻ എന്നുള്ള വഴിക്ക് അച്ഛൻ അല്ലേ രാജാവായി ചക്രവർത്തിയായി ഭൂമിയെ മുഴുവൻ വർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രഹ്ലാദന് അനുഭവിക്കാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും ഭോഗങ്ങളുണ്ടോ? പ്രഹ്ലാദന് വേണമെങ്കിൽ ധൂർത്തനായി, താന്തോന്നിയായി, അച്ഛന്റെ ആജ്ഞ പ്രകാരം ഈശ്വര ഭജനമൊന്നും ഇല്ലാതെ, ഒരു അച്ചടക്കവുമില്ലാതെ, തന്റെ ധാർഷ്ട്യം കൊണ്ട് മറ്റുള്ളവരെയൊക്കെ പീഡിപ്പിച്ചുകൊണ്ടും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു അസുര ജന്മം ആയിട്ട് പോലും പ്രഹ്ലാദൻ എന്ന ഭക്തൻ എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തന്റെ മനസ്സിനെ ഭഗവാനിലേക്ക് തന്നെ ഉറപ്പിച്ചു. അപ്പൊ ഇവിടെ ജന്മമല്ല ഏറ്റവും മഹത്തരമായിരിക്കുന്നത്, അവരുടെ ആ ആറ്റിറ്റ്യൂഡാണ്, ഭക്തിയാണ്. ഈശ്വരനോടുള്ളതായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഭക്തിയാണ്. ഭഗവാനെ എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിക്കുന്നവരാണ് ഉത്തമന്മാർ. അവരുടെ ഉള്ളിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നത്. ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഭഗവാൻ എപ്പോഴും തെളിഞ്ഞു പ്രകാശിക്കുന്നു. അപ്പൊ ഭഗവാൻ കുടികൊള്ളുന്ന ക്ഷേത്രങ്ങളാണ് ഈ മഹാത്മാക്കളെല്ലാം. ഏറ്റവും ചൈതന്യമുള്ള ശ്രീകോവിൽ അവരുടെ ശരീരങ്ങളാണ്. അപ്പൊ ഈ ഗോപികമാരും പ്രഹ്ലാദനും ഒരു യോഗ്യതയും പ്രത്യേകിച്ച് പറയാനില്ലാത്തവരായിരുന്നിട്ട് പോലും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഉത്തമ ഭക്തന്മാരായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ താല്പര്യം. അതുകൊണ്ട് ആർക്കും, മനുഷ്യനായിട്ട് ജനിച്ചിട്ടുള്ള ആർക്കും ഒരു തരത്തിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ആവശ്യമില്ല. എന്തിന്? ഈശ്വരനെ പ്രാപിക്കാൻ. ഞാൻ അർഹനാണോ, ഞാൻ യോഗ്യനാണോ, എനിക്കെന്ത് യോഗ്യത, എനിക്ക് ബ്രാഹ്മണ ജന്മമില്ലല്ലോ, എനിക്ക് വേദങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, എനിക്ക് വൈദിക കർമ്മങ്ങളൊന്നും ചെയ്യാൻ അറിയില്ലല്ലോ, ഞാൻ ഉപനയനം കഴിച്ചിട്ടില്ലല്ലോ, ഞാൻ അല്ലേ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. ഒന്നും വേണ്ട, ഒന്നും വേണ്ടാന്ന് തള്ളിക്കളയുകയല്ല. ഈശ്വരനെ മനസ്സ് ഉറപ്പിക്കാനായിക്കൊണ്ട് മറ്റു വഴികളും ഉണ്ട്. അതൊക്കെ ഈശ്വരനിലേക്ക് മനസ്സുറപ്പിക്കാനുള്ള വഴികളായിരുന്നു. അതൊക്കെ ഉണ്ടായിട്ടും ഈശ്വരനിൽ മനസ്സുറപ്പിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. എന്നാൽ ഈശ്വരനിൽ മനസ്സുറപ്പിക്കാനുള്ള എളുപ്പവഴി ഏതാണ്? അതാണ് ഭഗവാന്റെ കഥകൾ കേൾക്കൽ. അതാണ് ഭാഗവതം. അതാണ് ഭാഗവതത്തിന്റെ മഹത്വം. ഭാഗവതത്തിന് മഹത്വം എന്ന് പറയുന്നത് ഈ പറഞ്ഞ യാതൊരു തരത്തിലുള്ള സാങ്കേതികങ്ങളായിട്ടുള്ള തടസ്സങ്ങളുമില്ലാത്ത, ഏതെങ്കിലും പ്രത്യേക യോഗ്യതകൾ ആവശ്യമില്ലാത്ത, എന്തെങ്കിലും ചടങ്ങുകൾ അനുഷ്ഠിക്കേണ്ടതില്ലാത്ത, ഭഗവാന്റെ കഥകളെ നിരന്തരമായി ശ്രദ്ധയോടെ കേൾക്കുക, അതുതന്നെ വിചാരം ചെയ്യുക, കീർത്തിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുക, ഇങ്ങനെ
ഇരുന്നാൽ മതി. ശ്രവണം, കീർത്തനം, വിഷ്ണോഹോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യമാത്മനിവേദനം. ഈ ഭാവം ഇതിലേതൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. അപ്പോ ഇവരാണ് ധന്യധന്യർ. ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ, ഭഗവാനെ ധ്യാനിക്കുന്നതിലൂടെ ഇവർ ഈ പ്രപഞ്ചത്തെ തന്നെ ആരാധിക്കുക തന്നെയാണ്. കാരണം അഖിലാത്മാവാണ് ഭഗവാൻ. വൃക്ഷമൂലത്തിൽ വെള്ളമൊഴിച്ചുകൊണ്ടിരുന്നാൽ മതി, ശാഖകളൊക്കെ പുഷ്ടി പ്രാപിക്കും. ഇതുപോലെ ഭഗവാൻ അച്യുതന്റെ പുറകെ ഗോവിന്ദനെ തന്നെ ഭജിച്ചുകൊണ്ടിരുന്നാൽ ഈ ലോകത്തെ ഭജിച്ചതിന് തുല്യമായി തീരുന്നു. അപ്പോ അനന്തന്റെ കഥയിൽ, ഭഗവാന്റെ കഥയിൽ അരസൻ ആണെങ്കിൽ, അരസൻ എന്നാൽ തമിഴിലുള്ള അരസനല്ല, തമിഴിൽ അരസൻ എന്ന് പറഞ്ഞ രാജാവ്. ഇവിടെ അരസൻ എന്നാൽ രസമില്ലാത്തവൻ, താല്പര്യമില്ലാത്തവൻ. അപ്പൊ താല്പര്യമില്ലാത്തവനായിരുന്നാലും അവന് ആ ബ്രാഹ്മണ ജന്മം കൊണ്ട് എന്ത് പ്രയോജനം? നേരെ മറിച്ച് ഭഗവത് കഥയിൽ രസമുള്ളവരും ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നവരുമായിട്ടുള്ളവർ ആരോ ആയിക്കോട്ടെ, ഏത് ജന്മമായിക്കോട്ടെ, അവരാണ് ശ്രേഷ്ഠർ. അവരുടെ ജന്മം ധന്യം. ഇപ്പൊ ഈ ഗോപികമാരുടെ ജന്മം ധന്യം, ധന്യം, ധന്യം. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ക്വേ മാ സ്ത്രിയോ വനചരീർവ്യഭിചാരദുഷ്ടാഃ കൃഷ്ണേ ക്വ ചൈഷ പരമാത്മനി രൂഢഭാവാഃ നന്മീശ്വരോനുഭജതോ വിദുഷോऽപി സാക്ഷാത് ശ്രേയസ്തനോത്യഗതരാജ ഇവോപയുക്തഃ. ക്വേ മാ സ്ത്രിയോ വനചരീർവ്യഭിചാരദുഷ്ടാഃ കൃഷ്ണേ ക്വ ചൈഷ പരമാത്മനി രൂഢഭാവഃ നന്വീശ്വരോനുഭജതോ വിദുഷോऽപി സാക്ഷാത് ശ്രേയസ്തനോത്യഗതരാജൈവോപയുക്തഃ. ഇവിടെ ഒരു പൂർവപക്ഷം ചോദിക്കും പോലെയാണ് ആദ്യത്തെ വരി. ഒരു വികല്പമായിട്ട് സംശയം അവതരിപ്പിക്കുകയാണ്. ക്വ ഇമാ സ്ത്രിയഃ വനചരീഃ വ്യഭിചാരദുഷ്ടാഃ പരമാത്മനി കൃഷ്ണേ രൂഢഭാവഃ ഏഷഃ ക്വ. രണ്ട് വൈരുദ്ധ്യങ്ങളെ കാണിക്കും പോലെയാണ് ഒരു പൂർവപക്ഷം ചോദിക്കുന്നത് പോലെ ചോദിക്കുകയാണ്. എന്താണ് അവിടെ മൂന്നാമത്തെ വരിയിൽ ഒരു നനു ഉണ്ട്. നനു എന്നാലേ ഞങ്ങൾക്ക് ചില സംശയമുണ്ട്. എന്താ സംശയം? വനചരീഃ സ്ത്രിയഃ വ്യഭിചാരദുഷ്ടാഃ ഇമാഃ ക്വ. ഇവര് വെറും സംസ്കാരഹീനന്മാർ, വനചരികൾ, വനത്തിൽ ചരിക്കുന്നവർ, പശുക്കളെ മേച്ചും കറന്നും പാല് വിറ്റും ജീവിക്കുന്ന ഈ പ്രാകൃതകളായിട്ടുള്ള ഇമാ സ്ത്രീയഃ ക്വ. ഈ സ്ത്രീകൾ എവിടെ കിടക്കണം? അവരോ വ്യഭിചാരദുഷ്ടാഃ. ചിലർക്ക് കൃഷ്ണന്റെ കൂടെ രാസക്രീഡയൊക്കെ ചെയ്യുന്നത് അവരുടെ സ്വന്തം ഭർത്താവിനെ വിട്ട് പരപുരുഷന്റെ കൂടെ രമിക്കുന്നതായിട്ടാണ് തോന്നുന്നത് മൂഢജനങ്ങൾക്ക്. അപ്പൊ അങ്ങനെയുള്ളവർ ഈ ഗോപികമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഇവർ വ്യഭിചാര ദുഷ്ടകളാണ്. അവരുടെ മനസ്സ് അവരുടെ ഭർത്താവിനെ വിട്ട് ഒരു ജാരനായിട്ട് കൃഷ്ണനെ കാണുന്നവരാണ്. അപ്പൊ ഇവരുടെ ഉള്ളില് കൃഷ്ണനോടുള്ള ബുദ്ധിയും ജാരബുദ്ധിയാണ്. ഭക്തി എന്നൊന്നും പറയാനുള്ള യോഗ്യതയൊന്നുമില്ല. ബാക്കി എത്രയോ മഹാത്മാക്കള് ഭഗവാനെ ഭജിക്കാനായിട്ട് എത്ര പാടുപെടുന്നു, എന്തെല്ലാം തപസ്സുകൾ അനുഷ്ഠിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആ തപസ്സിലൂടെയുള്ളതായിട്ടുള്ള ത്യാഗത്തിലൂടെയുള്ളതായിട്ടുള്ള ഭക്തി എവിടെ കിടക്കുന്നു? ഇന്ദ്രിയ നിയന്ത്രണമെല്ലാം ചെയ്ത് ഭഗവാനെ ഭജിക്കുന്നതും പൂജിക്കുന്നതും ഒക്കെ എവിടെ കിടക്കുന്നു? ഭഗവാനെ വെറുമൊരു ജാരനായി കാമുകനായി കണ്ട് ആ ഭഗവാനോടുകൂടി രമിക്കാൻ ആഗ്രഹിക്കുന്ന വ്യഭിചാരദുഷ്ടകളായിരിക്കുന്ന ഈ വനചരികളായ പ്രാകൃതകളായ സംസ്കാരഹീനരായിട്ടുള്ള ഈ സ്ത്രീകൾ എവിടെ കിടക്കുന്നു? എന്നാൽ പരമാത്മനി കൃഷ്ണേ ഏഷഃ രൂഢഭാവഃ ക്വ. പരമാത്മാവായ കൃഷ്ണനിൽ ഏഷഃ രൂഢഭാവഃ, ഈ ഉറച്ച മനോഭാവം അഥവാ ഭക്തി, അത് എവിടെ കിടക്കുന്നു?
അപ്പൊ ഈ പ്രാകൃതർക്ക് സാധിക്കുന്ന കാര്യമാണോ ഈ ഭഗവാനിൽ ഉറയ്ക്കുന്നതായിട്ടുള്ള മനസ്സ്, ഭക്തി, രൂഢഭാവം? അത് പരസ്പര വിരുദ്ധമല്ലേ? ഇവരുടെ പ്രേമത്തെ ഭക്തി എന്ന് വിളിക്കാവോ എന്നാണ് സംശയം. ഇവരുടെ ഭഗവാനോടുള്ള ജാരഭാവത്തിലുള്ള പ്രേമത്തെ ഭക്തി എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചിലർക്ക് പൂർവപക്ഷം സംശയം അവതരിപ്പിക്കാം. എന്നാൽ അതിന് മറുപടി ഇവിടെ ഉദ്ധവൻ തന്നെ ചോദിച്ച് ഉദ്ധവൻ തന്നെ മറുപടി പറയുകയാണ്, ആളുകളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി. എന്താ പറയണത്? അവിദുഷഃ അനുഭജതഃ ഈശ്വരഃ ഉപയുക്തഃ അഗതരാജഃ ഇവ സാക്ഷാത് ശ്രേയഃ തനോതി. അവിദുഷഃ അപി, അവിദ്വാനാണെങ്കിലും, അവിദ്വാൻ പറഞ്ഞാൽ ഈശ്വരന്റെ തത്വമെല്ലാം നല്ലോണം അറിയാതെയാണെങ്കിലും, ഈശ്വരൻ ആരാണ്, ഈശ്വരന്റെ സ്വരൂപം എന്താണ്, ഉപനിഷത്തുകളും വേദങ്ങളും പറയുന്നതൊന്നും അറിയില്ല. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നൊന്നും അവൻ കേട്ടിട്ടില്ല, അതൊന്നും പഠിച്ചിട്ടില്ല, അതിന്റെ തത്വമൊന്നും അറിയില്ല, ഈശ്വരന്റെ ലക്ഷണങ്ങളൊന്നും അറിയില്ല. ആകെ അറിയാവുന്നത് ഈശ്വരന്റെ ഈ മൂർത്തിയെ. അപ്പോ അവിദുഷഃ, അവിദ്വാനായിരിക്കുന്ന, അനുഭജത, പക്ഷെ നിരന്തരം ഭജിക്കുന്നുണ്ട്, ഭക്തിയോടെ ഭഗവാനെ ഭജിക്കുന്നവനായിരിക്കുന്ന അവന് ഈശ്വരഃ ഉപയുക്തഃ, ആ ഈശ്വരൻ സാക്ഷാത് ശ്രേയഃ തനോതി, ഈശ്വരൻ സാക്ഷാതായി നേരിട്ട് ശ്രേയസ്സിനെ അവന് കൊടുക്കുന്നു, ഉണ്ടാക്കുന്നു. ഏതുപോലെ? ഉപയുക്തഃ അഗതരാജഃ ഇവ, ഉപയുക്തഃ അഗതരാജഃ ഇവ, അതൊരു ഉപമയാണ്, ദൃഷ്ടാന്തമാണ്. അഗതരാജൻ, അഗതം എന്ന് പറഞ്ഞാൽ ഔഷധം, ഗതം എന്നാൽ രോഗമാണ്. നാരായണീയത്തിൽ മുഴുവൻ മേൽപ്പത്തൂർ പല പ്രാവശ്യം പറയുന്നുണ്ട്, എന്റെ ഗതത്തെ നീക്കി തന്നാലും, എന്നെ എല്ലാ ഗതങ്ങളിൽ നിന്നും മുക്തനാക്കിയാലും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗതം ഗതം എന്നുള്ള ശബ്ദം പ്രയോഗിക്കും. അപ്പൊ ഗതം എന്നാൽ രോഗം, അഗതം എന്നാൽ ഔഷധം. അഗതരാജൻ എന്ന് പറഞ്ഞാലോ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഔഷധം. അപ്പൊ അഗതരാജ ഇവ, എങ്ങനെ? ഉപയുക്ത സേവിത. ഇപ്പൊ നമ്മള് ഏതെങ്കിലും തീവ്രമായിട്ടുള്ള രോഗം വന്നുപെട്ടു, വൈദ്യൻ നമുക്ക് ഒരു നല്ല ഉത്തമമായിട്ടുള്ള ഔഷധം തന്നു, ആ ഔഷധത്തെ നമ്മൾ വേണ്ട പോലെ പഥ്യത്തോടുകൂടി സേവിച്ചു കഴിഞ്ഞാൽ ആ ഔഷധത്തെക്കുറിച്ചിട്ടുള്ള യാതൊന്നും നമുക്ക് അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ രോഗം മാറും. ഔഷധത്തിന്റെ തത്വമൊന്നും നമുക്കറിയേണ്ട, അതിന്റെ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്, അതെങ്ങനെയാണ് നമ്മുടെ രോഗത്തെ ചികിത്സിക്കുന്നത്, അല്ലേ, എങ്ങനെ മാറ്റിത്തരുന്നത്, ഇതൊക്കെ അറിഞ്ഞിട്ടാണോ നമ്മൾ ഡോക്ടർമാര് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ കഴിക്കുന്നത്? അപ്പൊ മരുന്ന് ഉത്തമമായിട്ടുള്ള മരുന്നാണെങ്കിൽ രോഗം മാറുന്നു. അതിപ്പോ മരുന്നിന്റെ തത്വമൊന്നും അറിയണം എന്നില്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ഈശ്വരനെ, ഈശ്വര തത്വം അറിയാതെ സേവിച്ചാൽ പോലും, അതാണ് അനുഭജത, നിരന്തരം ഭജിക്കുന്നവൻ. അവിദുഷഃ അപി, അവൻ അവിദ്വാനാണ്, ഈശ്വരനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെങ്കിലും അവന് തീവ്രമായിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിൽ എന്താവുന്നു? സാക്ഷാൽ ശ്രേയഃ തനോതി, അവന് ഈശ്വരൻ പരമമായിട്ടുള്ള ശ്രേയസ്സിനെ നൽകും എന്ന് പറഞ്ഞാൽ അവനെ യോഗ്യനാക്കി തീർക്കും. ആദ്യം ഭഗവാന്റെ തത്വം അറിയാനുള്ള യോഗ്യത അവന് ഭഗവാൻ കൊടുക്കുകയും പിന്നീട് അവനെ മുക്തനാക്കി തീർക്കുകയും ചെയ്യും. അപ്പൊ തുടക്കത്തിലാണ് അവൻ അവിദ്വാൻ, ഭഗവാനെ കുറിച്ച് ഒന്നും അറിയാതെ ഭജനം ആരംഭിച്ചു. പിന്നീട് തീവ്രമായിട്ടുള്ള ഭജനം തുടർന്നുകൊണ്ടിരുന്നു, നിരന്തരമായി തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഭഗവാൻ തന്നെ ഭഗവാന്റെ തത്വം അനാവരണം ചെയ്തു കൊടുക്കും. യമൈവൈഷ വൃണുതേ തേന ലഭ്യ തശേഷ ആത്മാ വിവൃണുതേ തനും സ്വാം. ആരാണോ അവനെ തന്നെ ഭജിക്കുന്നത്, അവനെ തന്നെ വരിക്കുന്നത്, അവന് ഈ ആത്മാ, ഈ ചൈതന്യം തന്റെ സ്വരൂപത്തെ അനാവരണം ചെയ്തു കൊടുക്കും എന്ന് ഉപനിഷത്തും പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭക്തി തന്നെയാണ് പ്രധാനം, ആ ഭക്തി തന്നെയാണ് കമ്മിറ്റ്മെന്റ്, ഭക്തി തന്നെയാണ് നൈരന്തര്യം, ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ആ ഭക്തിയാണ്. നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക്
വേണ്ടി നിങ്ങൾ സ്വയം നിങ്ങളെ സമർപ്പിക്കുന്നു എങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, ഭഗവാൻ ഏറ്റെടുക്കും. അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അപ്പോ സ്വയം ഒന്ന് ഭഗവാനിലേക്ക് സമർപ്പിച്ചാൽ മതി, തന്റെ എല്ലാ ചിന്തകളും ഭഗവാനിലേക്ക് തിരിച്ചുവിട്ടാൽ മതി. നിരന്തരമായ ഭഗവത് ചിന്ത, അതാണ് ഇവിടെ അനുഭജത എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവിദുഷഃ അപി, അവൻ വിദ്വാനല്ലെങ്കിലും അവൻ നിരന്തരം ഭജിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരൻ അവന് സാക്ഷാൽ ശ്രേയസ്സിനെ നൽകുന്നു. ഏതുപോലെ അഗതരാജഃ ഉപയുക്തഃ, ഉപയോഗിച്ച മരുന്ന്, ഉത്തമമായിട്ടുള്ള ഔഷധം എങ്ങനെ രോഗത്തെ ഇല്ലായ്മ ചെയ്യുന്നുവോ അതുപോലെ. അപ്പൊ അതുകൊണ്ട് ഈ സ്ത്രീകള് വനചരികളാണ്, സ്ത്രീകളാണ്, വ്യഭിചാര ദുഷ്ടകളാണ് എന്നുള്ള ദോഷങ്ങളല്ല. അവർക്കുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗുണം ആ പരമാത്മാവിൽ ഉറച്ച ഭാവത്തോടു കൂടിയവരാണ് അവർ, ഭഗവാനിൽ ഉറച്ച ഭാവത്തോടു കൂടിയവരാണ്. ഭഗവാനെ ആദ്യം അവർ ജാരഭാവത്തിലൊക്കെ കണ്ടുവെങ്കിലും കാമുക ഭാവത്തിലൊക്കെ കണ്ടുവെങ്കിലും പിന്നീട് അവർ കാണുന്നത് അവരുടെ എല്ലാമായി നാഥനായി ഈശ്വരനായി പിന്നീട് പരമാത്മാവായിട്ട് അവർ കാണാറാവുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയതുപോലെയല്ല, എന്നും അവർ LKGയിലല്ല ഇരിക്കുന്നത്. നമ്മൾ അവരെ വിലയിരുത്തേണ്ടത് അവർ LKGയിൽ ഇരിക്കുന്ന അവസ്ഥ വെച്ചിട്ടല്ല. എന്നെയോ നിങ്ങളെയോ ഒരു 40 വർഷം മുമ്പോ 50 വർഷം മുമ്പോ കണ്ടിട്ടുള്ള ആളുകള് അന്ന് നമ്മൾ വളരെ ചെറിയ ആൾക്കാരായിരിക്കും, കുട്ടികളായിരിക്കും, പല പരിമിതികളുള്ളവരായിരിക്കും, മൂക്കൊലിച്ച് വള്ളി ട്രൗസർ ഇട്ട് നടന്നവരായിരിക്കും. അതേ ദൃഷ്ടിയോടുകൂടി ഇപ്പോഴും കണ്ടോണ്ടിരുന്നാലോ, അല്ലേ? അതിൽ നിന്നൊക്കെ എത്രയോ വളർന്നു. എന്തിനു നമ്മുടെ പ്രധാനമന്ത്രിജിയെ നോക്കുക, അദ്ദേഹം ഏതോ കാലത്ത് അദ്ദേഹത്തിന്റെ ബാല്യത്തിൽ അച്ഛൻ റെയിൽവേ സ്റ്റേഷനിൽ ചായ വെക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തെ സഹായിക്കാൻ കൂടെ ചായ 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 എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകളുടെ പുറകെ ഓടിയിട്ടുണ്ടാവും. അത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാല്, ഹേയ്, ആ ചായക്കാരൻ എങ്ങനെ ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ ആവും? ഇപ്പോ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ആളുകള്, അമേരിക്കൻ പ്രസിഡന്റ് ആവട്ടെ, റഷ്യൻ പ്രസിഡന്റ് ആവട്ടെ, ഉക്രൈനിയൻ പ്രസിഡന്റ് ആവട്ടെ, ജർമ്മൻ ചാൻസലർ ആവട്ടെ, എല്ലാരും പുകഴ്ത്തി 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 പറയുന്നു. ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ബന്ധുവായി, എല്ലാവർക്കും അത്യാവശ്യത്തിന് സഹായിക്കുന്നവരായി, എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പല കാര്യങ്ങളിലും എന്താ പറയുക മധ്യസ്ഥം വഹിച്ചുകൊണ്ട് പല രാജ്യ നേതാക്കന്മാരും പറയുന്നത്, ഞങ്ങൾക്ക് മോദിജി ഞങ്ങളുടെ മധ്യസ്ഥം വഹിച്ചാൽ ഞങ്ങൾ തമ്മിലുള്ള യുദ്ധം നിർത്താം, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാം, അതിന് വേണ്ടത് അദ്ദേഹം നടുവിലെ കമ്മിറ്റഡ് ആയിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, അദ്ദേഹത്തെ ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്ന് പറയുന്നു. ആരാ? ചായ വിറ്റ് നടന്ന ആള്, വെറും ബാലനായി ചായ വിറ്റ് നടന്ന ആള്. അപ്പൊ നമ്മൾ ഒരാളെ എന്നും എപ്പോഴോ കണ്ട രീതിയിൽ വിലയിരുത്താൻ പാടുമോ? ലോകത്തിലുണ്ടായിട്ടുള്ള മഹാത്മാക്കളൊക്കെ തന്നെ അതുപോലെ ഏതോ അവസ്ഥയിൽ നിന്ന് വന്നവരാണ്. ഓരോ മഹാത്മാക്കളുടെയും രത്നാകരനല്ലേ വാൽമീകിയായി മാറിയത്? നാരദന്റെ കഥ നാരദൻ പറഞ്ഞില്ലേ? ഓരോ മഹാത്മാക്കളുടെയും ചരിത്രം എടുത്തു നോക്കിയാൽ പലപ്പോഴും നമ്മൾ അത് വെച്ചിട്ട് അവരെ വിലയിരുത്തിയിട്ട്, ഓ പിന്നെ ഇയാളാണോ പിന്നെ വലിയ ആളാവണം. അപ്പൊ അതുപോലെയാണ് ഈ ഗോപികമാരെ കുറിച്ച് പല മൂഢന്മാരും ഇപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് മാറണം. നമുക്ക് ആരെക്കുറിച്ചും ഉള്ള ഈ അണ്ടർ എസ്റ്റിമേഷൻ മാറണം. എന്നും അവരെ ഒരുപോലെ ഇരിക്കില്ല. നമ്മുടെ നാട്ടില് ദാരിദ്ര്യം അനുഭവിച്ച്
വളരെ ദീനമായിട്ടുള്ള അവസ്ഥയിൽ ജീവിച്ചവർ പലരും വിദേശത്തൊക്കെ പോയി കോടീശ്വരന്മാരായിട്ട് വന്ന് ഇപ്പോ കേരളത്തിൽ വമ്പന്മാരായിട്ടിരിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ പൂർവ്വ ചരിത്രം അന്വേഷിച്ചാൽ മതി പലരുടെയും. ഞാൻ വ്യക്തികളെ ഒന്നും എടുത്തു പറയുന്നില്ല. കടം പെരുകി നാട് വിട്ടവരുണ്ട് നിക്കക്കള്ളിയില്ലാതെ. അപ്പൊ അവരെയൊക്കെ അതേ ദൃഷ്ടിയിൽ തന്നെ കാണുകയാ, ഒരേ അളവുകോല് കൊണ്ട് തന്നെ അളന്നുകൊണ്ടിരിക്കുക. അപ്പോ അതുപോലെയാണ് ഗോപികമാർക്കും മാറ്റം വന്നിരിക്കുന്നത്. ഗോപികമാര് തുടക്കത്തിൽ പ്രാകൃതകളായിരുന്നു, അല്ലെങ്കിൽ കൃഷ്ണനെ ബാലനായിട്ട് കണ്ടു, കൂട്ടുകാരനായിട്ട് കണ്ടു, പിന്നീട് കാമുകനായി ജാരനായി എന്നൊക്കെ കാണുന്ന ഭാവത്തിലേക്ക് വന്നു. അതിനുശേഷം കൃഷ്ണന്റെ തത്വം അറിഞ്ഞുകൊണ്ട്, കൃഷ്ണന്റെ മാഹാത്മ്യം അറിഞ്ഞുകൊണ്ട് അവർ കൃഷ്ണനെ സ്നേഹിച്ചു. കൃഷ്ണൻ ഈശ്വരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് പിന്നീട് സ്നേഹിച്ചിട്ടുള്ളത്. കൃഷ്ണൻ പരമാത്മാവാണെന്ന് അവര് ഇതപ്പോ ഉദ്ധവാദികളുടെ ഉപദേശം കൊണ്ടും അറിയുന്നു. ഇനിയും ഭഗവാൻ നേരിട്ട് അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാൻ വരും. പിന്നീട് അത് സമന്തപഞ്ചക തീർത്ഥത്തിൽ വെച്ച് ഒരു ഗ്രഹണകാലത്ത് മാസങ്ങളോളം ഗോപികമാരുടെ കൂടെ ഭഗവാൻ ചെലവഴിക്കുന്നുണ്ട്. 3 മാസത്തോളം ചെലവഴിക്കുന്നുണ്ട്. അവർക്ക് ഉപദേശങ്ങൾ കൊടുത്തും അവരെ സന്തോഷിപ്പിച്ചും അവരെ പൂർണ്ണമായി എല്ലാ പരിമിതികൾക്കും അതീതരാക്കി മുക്തകളാക്കി തീർക്കുന്നുണ്ട്. അപ്പൊ വളരുകയാണ്. ഗോപികമാർ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളും അതുപോലെ ആവണം. എന്നും ഒരേപോലെ ഇരിക്കരുത്. ഭാഗവത ജ്ഞാനഗംഗ തുടങ്ങുമ്പോഴുള്ള ആളുകൾ തന്നെയാണോ ഈ 3-4 കൊല്ലം കഴിഞ്ഞിട്ടും 900 ചില്വാനം എപ്പിസോഡുകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും നിങ്ങൾ പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്മേ തന്നെ എന്ന് പറഞ്ഞ പോലെയാണോ? ഇപ്പോഴും തെങ്ങുമ്മേ തന്നെയാണോ? ചിന്തിക്കുക. നിങ്ങൾ സമ്മതിക്കുമോ? തുടർച്ചയായിട്ട് ഇത്രയും കാലം ഇത്രയും ഭാഗവത കഥ വിസ്തരിച്ച് കേട്ടിട്ടുള്ള നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ മറ്റുള്ളവർ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ. അല്ലേ? അപ്പൊ ചിന്തിക്കുക, ഗോപികമാര് കാലം കൊണ്ട് ഭഗവാനെ തന്നെ ചിന്തിച്ച് 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 അവരെത്ര ശുദ്ധകളായി മാറി, എത്ര ഉയർന്ന നിലവാരത്തിലേക്ക് എത്തി, ഭഗവാനെ സർവാത്മാവായി മനസ്സിൽ ഉറപ്പിക്കുന്നു അവര്. അത് മനസ്സിലാക്കുക. ക്വേമാ സ്ത്രിയോപനചരീർവ്യഭിചാരദുഷ്ടാഃ കൃഷ്ണേ ക്വചൈഷ പരമാത്മനിരൂഢഭാവഃ നന്മീശ്വരോനുഭജതോ വിദുഷോऽപി സാക്ഷാത് ശ്രേയസ്തനോത്യഗതരാജൈവോപയുക്തഃ നായം ശ്രിയോംഗൗനിതാന്തരദേഹ പ്രസാദഃ സുരയോഷിതാം നളിനഗന്ധരുചാം കുതോന്യാഃ രാസോത്സവേസ്യ ഭുജദണ്ഡഗൃഹീതകണ്ഡലബ്ധാശിഷാം യൗദഗാദ്ബ്രജസുന്ദരീണാം നായം ശ്രിയോംഗ നിതാന്തരദേ പ്രസാദഃ സുരയോഷിതാം നളിനഗന്ധരുചാം കുതോന്യാഃ രാസോത്സവേസ്യ ഭുജദണ്ഡഗൃഹീതകണ്ഡലബ്ധാശിഷാം യൗദഗാദ്ബ്രജസുന്ദരീണാം. അപ്പോ ആ ഗോപികമാരുടെ ഭാഗ്യത്തെക്കുറിച്ച് വീണ്ടും പറയണം. ലക്ഷ്മീദേവിക്കോ അല്ലെങ്കിൽ മറ്റ് പ്രഗത്ഭരായിട്ടുള്ള ഒരാൾക്കും ലഭിക്കാത്ത, സ്വർഗത്തിലെ സ്ത്രീകൾക്ക് പോലും ലഭിക്കാത്ത ഭാഗ്യമാണ് ഈ ഗോപികമാർക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഗോപികമാരെ പോലെ ഭാഗ്യവതികൾ, ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചിട്ടുള്ളവർ വേറെ ആരുമില്ല. ലക്ഷ്മീദേവിയില്ല, രുക്മിണി സത്യഭാമാദികളില്ല,
ഭഗവാന്റെ 16,008 ഭാര്യമാരും ഗോപികമാരുടെ പുറകെയാണ്. അപ്പൊ ഇവിടെ എന്താണ് ഇവർക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യം? ഭഗവാൻ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് രാസോത്സവേ അസ്യ ഭുജദണ്ഡ ഗൃഹീത കണ്ഡലബ്ധാശിഷാം വ്രജസുന്ദരീണാം യഹ പ്രസാദ ഉദഗാത് ഏതൊരു പ്രസാദം ഉദ്ഗമിച്ചുവോ, വർദ്ധിച്ചുവോ, ഉത്ഭവിച്ചുവോ എന്നൊക്കെ അർത്ഥം. അപ്പോ ഈ വ്രജസുന്ദരീണാം ഗോപീനാം, ഈ ഗോപികമാർക്ക് ഏതൊരു പ്രസാദം ഉത്ഭവിച്ചുവോ അയം പ്രസാദ, അതേ പ്രസാദം വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് എണ്ണി പറയുകയാണ്. അപ്പോ എന്ത് പ്രസാദമാണ് ഇവിടെ കിട്ടിയത്? രാസോത്സവേ അസ്യ ഭുജദണ്ഡ ഗൃഹീത കണ്ഡലബ്ധാശിഷാം രജസുന്ദരീണ. അപ്പോ ആശിസ്സുകൾ ലഭിച്ചവരാണ്, ലബ്ധാശിസ്സുകളാണ്. എന്താശിസ്സാണ് ലഭിച്ചത്? ഭഗവാന്റെ ഭുജദണ്ഡം കൈത്തണ്ട. അതുകൊണ്ട് ഇവരുടെ കണ്ടങ്ങളിൽ ഗ്രഹിച്ചു ഭഗവാൻ. ഗോപികമാരുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു, ആലിംഗനം ചെയ്തു. ഭുജദണ്ഡ ഗൃഹീത കണ്ഡലബ്ധാശിഷം, ഗൃഹീത കണ്ടത്തിൽ ഗ്രഹിച്ച ആ ആശിസ്, ഭഗവാന്റെ ഒരു അനുഗ്രഹം. ഇതന്നെയല്ലേ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ എപ്പോഴും പിടിക്കുക എന്നാ, ഗ്രഹിക്കുക. അത് അനുഗ്രഹമാകുമ്പോൾ നിരന്തരമായി പിടിക്കുക, എപ്പോഴും ചേർത്ത് പിടിക്കുക. ഇവിടെ ഭഗവാൻ അക്ഷരാർത്ഥത്തിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അല്ലേ? നമ്മളെയൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കുന്നത്, ബാക്കി എല്ലാവരെയും അനുഗ്രഹിക്കുന്നത് ദൂരെ നിന്നുകൊണ്ട് കയ്യെ കൊണ്ട് അഭയവരത മുദ്രകൾ കാണിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നു. ഇവിടെ ഗോപികമാർക്ക് നേരിട്ട് ഭഗവാൻ അവരെ ചേർത്ത് പിടിച്ചു. ഭഗവാന്റെ ഭുജദണ്ഡം കൊണ്ട് അവരുടെ കണ്ടത്തിൽ ഗ്രഹിച്ച് അവരെ ആലിംഗനം ചെയ്തു. അപ്പൊ ഈ ഒരു അനുഭവം രാസോത്സവത്തിൽ അവർക്ക് ലഭിച്ചതുപോലെ ആ വ്രജസുന്ദരികൾക്ക് കിട്ടിയ ഏതൊരു ഭഗവാന്റെ പ്രസാദമുണ്ടോ, ഏതൊരു ഭഗവാന്റെ അനുഗ്രഹമുണ്ടോ, അതേ പ്രസാദം അയം പ്രസാദ നളിനഗന്ധരുജാം സ്വർയോഷിതാം. സ്വർയോഷിത്തുക്കൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ സ്ത്രീകൾ. ആ സ്വർഗത്തിലെ യോഷിത്തുകൾ, ദേവസ്ത്രീകൾ, അപ്സര സ്ത്രീകൾ മുതലായിട്ടുള്ളവർക്ക് അവരുടെ ശരീരത്തിന് നളിനഗന്ധവും രുചിയുമുണ്ട്. നളിനം താമരയുടെ ഗന്ധം അവരുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുള്ളതാണ്, എപ്പോഴും ഉള്ളതാണ്. അവർക്ക് സ്പ്രേ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ശരീരം എന്നും നളിനഗന്ധത്തോടു കൂടിയതും, രുചി എന്നാൽ കാന്തി, താമര പോലെ മൃദുവായിരിക്കുന്നതും ശോഭയുള്ളതും സുന്ദരമായിരിക്കുന്നതുമാണ് അവരുടെ രൂപങ്ങൾ. അപ്പൊ സ്വർഗത്തിലെ സ്ത്രീകൾ വളരെ സുന്ദരികളാണ്, താമര പോലെ മൃദുവായ കോമളമായ അവയവങ്ങളോടും അതുപോലെ താമരയുടെ ഗന്ധത്തോടും കൂടിയതായിട്ടുള്ള സ്വർയോഷിതാം. അതുപോലെ നിതാന്തരതേഹേ ശ്രിയഃ, നിതാന്തരതി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭഗവാനിൽ തന്നെ പ്രേമമുള്ളവൾ, ഭഗവാനെ തന്നെ ആശ്രയിച്ചിരിക്കുന്നവർ. അംഗാസംഗാ സദാ ശ്രീഹി, എപ്പോഴും ഭഗവാനെ ചേർന്നിരിക്കുന്നവൾ, മാറത്തിരിക്കുന്നവൾ, ഭഗവാന്റെ പാദസേവ ചെയ്യുന്നവളായിട്ടുള്ള സ്ത്രീയ. ലക്ഷ്മീ ദേവിക്ക് പോലും ലക്ഷ്മീ ദേവിയുടെയും ഭഗവാൻ കണ്ടത്തിൽ തോളിലിട്ട് കൈയിട്ട് തന്നോട് ചേർത്ത് ആലിംഗനം ചെയ്തതായിട്ട് എവിടെയും നമ്മൾ കാണാറില്ല. ഇവിടെ ഗോപികമാർക്ക് കിട്ടിയത് ആ ഒരു സൗഭാഗ്യമാണ് ആ രാസക്രീഡാവേളയില്. അപ്പോ ഗോപികമാർക്ക് കിട്ടിയ ഭഗവാന്റെ അനുഗ്രഹം, ആ ചേർത്ത് നിർത്തൽ, ആലിംഗനം, ഭഗവാന്റെ കൈകളെ കൊണ്ട് കണ്ടത്തിൽ ചേർത്ത് പിടിച്ച്, അല്ലെ, ഓരോ അങ്കനമാരുടെയും മധ്യത്തിൽ അല്ലെങ്കിൽ രണ്ട് അങ്കനമാരുടെ നടുവിൽ ഒരു കൃഷ്ണൻ നിന്നുകൊണ്ട് എന്ന് പല ഭാഗത്തും പറഞ്ഞു. അപ്പൊ രണ്ട് വശത്തുള്ളതായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൊടുത്തതായിട്ടുള്ള അനുഗ്രഹം അപൂർവമാണ് എന്ന് പറയണം. അത്യന്തം അപൂർവം. ലക്ഷ്മി ദേവിക്കോ ദേവസ്ത്രീകൾക്കോ പോലും അവർ കൊതിക്കുന്നുണ്ടെങ്കിലും കിട്ടാത്തതാണ്. അപ്പോ ആ ലക്ഷ്മി ദേവിയെ എല്ലാ ദേവന്മാരും പൂജിക്കുന്നു.
ബ്രഹ്മാദി ദേവന്മാർ പോലും ബഹുമാനിക്കുന്നവളും പൂജിക്കുന്നവളുമാണ് ആ ലക്ഷ്മി ദേവി. ആ ലക്ഷ്മി ദേവിക്ക് കിട്ടാത്ത സൗഭാഗ്യം ഗോപികമാർക്ക് കിട്ടിയിരിക്കുന്നു. ആ ഗോപികമാരെ ഇനിയിപ്പോ ആരാണ് പൂജിക്കാതിരിക്കുക? ലക്ഷ്മി ദേവിയേക്കാൾ ഉയർന്ന ഒരു ആദരവ് ബ്രഹ്മാദി ദേവന്മാർക്കൊക്കെ ആരോടുണ്ടാവും? ഈ ഗോപികമാരോടുണ്ടാവും. തീർച്ചയായിട്ടും ആ ബ്രഹ്മദേവൻ ഗോകുലത്തിൽ വന്ന് നമസ്കരിച്ചു പോയതാണ്. അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപപ്രചൗകസാം എന്നിത്രം പരമാനന്ദം പൂർണ്ണബ്രഹ്മ സനാതനം എന്ന് പറഞ്ഞ് എല്ലാവരെയും നമസ്കരിച്ചു പോയ ആളാണ്. അദ്ദേഹത്തിന് അറിയാം ഇവർക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യം. ആ ബ്രഹ്മദേവനും ഇവരുടെ ഭാഗ്യത്തെക്കുറിച്ച് സ്തുതിച്ചിരുന്നു. അതേപോലെ ബുദ്ധവനും സ്തുതിക്കുകയാണ്. ഇവരല്ലേ ലോകത്തിലേക്ക് വെച്ച് ധന്യധന്യകൾ, ഇവരല്ലേ ഭാഗ്യവതികൾ, ഭഗവാന്റെ അനുഗ്രഹത്തിന് പ്രത്യക്ഷമായി പാത്രീഭവിച്ചവർ. ഭഗവാൻ തന്റെ ഭുജദണ്ഡം കൊണ്ട് തോളിലൂടെ കൈയിട്ട് അവരെ ചേർത്ത് പിടിച്ചില്ലേ. നായം ശ്രിയോംഗ ഉനിതാന്തരദേഹ പ്രസാദഃ സ്വർയോഷിതാം നളിനഗന്ധരുചാം കുതോന്യാഹാം. അപ്പൊ അവിടെ ചോദ്യം കൂടിയുണ്ട്, കുതോ അന്യാഹ എന്ന്. ലക്ഷ്മി ദേവിക്കോ മറ്റ് ദേവസ്ത്രീകൾക്കോ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? അന്യ സ്ത്രീകളുടെ കാര്യം കുതഹ. അപ്പൊ ഗോപികമാർ. അപ്പൊ ഇവിടെ അന്യഹ എന്ന് ചോദിച്ചതിലൂടെ ശ്രീകൃഷ്ണ പത്നിമാരായ അല്ലെ രുക്മിണി, സത്യഭാമ, ജാമ്പവതി, സത്യ മുതലായിട്ടുള്ള അഷ്ടമഹിഷിമാരും മറ്റ് രാജകുമാരിമാരും എല്ലാവരും അടങ്ങി. അവർക്കൊന്നും കിട്ടാത്ത ഭാഗ്യമാണ് ഇവിടെ ഇവർക്ക് കിട്ടിയത് എന്ന് പറഞ്ഞത്. രാസോത്സവേസ്യ ഭുജദണ്ഡ ഗൃഹീത കണ്ഡലബ്ദാശിഷാം യ ഉദഗാത് വ്രജസുന്ദരീണാം. അപ്പോ എല്ലാ ആശിസ്സുകളും ലഭിച്ചവരാണ്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്തിരിക്കുന്നു ഭഗവാൻ. ഇനി ആ വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാദരേണും അഭീക്ഷ്ണശഃ എന്നുള്ള ആ ശ്ലോകത്തെ ഇവിടെ വേറൊരു രൂപത്തിൽ ആദ്യം പറയുന്നുണ്ട്. അതാണ് ഈ 61ാമത്തെ ശ്ലോകം. ആസാം അഹോ ചരണരേണുജുഷാം അഹം സ്യാം വൃന്ദാവനേ കിമപി ഗുൽമലതൗഷധീനാം യാ ദുസ്ത്യജം സ്വജനമാര്യപദം ച ഹിത്വാ ഭേജുർമുകുന്ദ പദവീം ശ്രുതിഭിർവിമൃഗ്യാം. ആസാമഹോ ചരണരേണുജുഷാം അഹം സ്യാം വൃന്ദാവനേ കിമപി ഗുൽമലതൗഷധീനാം യാ ദുസ്ത്യജം സ്വജനമാര്യപദം ച ഹിത്വാ ഭേജുർമുകുന്ദ പദവീം ശ്രുതിഭിർവിമൃഗ്യാം. ഇപ്പോ എന്താ പ്രാർത്ഥിക്കുന്നത്? ഇവരുടെ ഈ ഗോപികമാരുടെ പാദധൂളികളെ സേവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് വൃന്ദാവനത്തിലെ ഗുൽമ ലത ഔഷധികളൊക്കെ. അപ്പോ ആ ഭാഗ്യമെങ്കിലും എനിക്ക് ലഭിക്കണമെന്ന ഈ ഗുൽമങ്ങളുടെയും ലതകളുടെയും ഔഷധികളുടെയും, ഗുൽമങ്ങൾ എന്നാൽ വള്ളിക്കുടിലുകള്, ലതകൾ വള്ളികൾ, ഔഷധികൾ മറ്റു സസ്യങ്ങൾ, ഇവർക്കൊക്കെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെന്നതിന് ഗോപികമാരുടെ പാദസ്പർശമേൽക്കാൻ. ആ ഗോപികമാരുടെ പാദസ്പർശമേറ്റ ഈ സസ്യലതാദികളുടെ ഭാഗ്യം അതെന്തെങ്കിലും എനിക്കുണ്ടാവണേ, എനിക്ക് ഭവിക്കണേ. അതുകൊണ്ട് ഞാൻ വള്ളിയായിട്ട് ജനിച്ചാലും ഒരു ഗുൽമമായി തീർന്നാലും ഒരു പുല്ലായി തീർന്നാലും ഏതെങ്കിലും ഔഷധികളായി തീർന്നാലും എനിക്ക് ധന്യതയാണ്, എനിക്ക് സന്തോഷമാണ്. എന്തുകൊണ്ട്? ഇവരുടെ പാദധൂളികൾ എനിക്ക് ലഭിക്കുമല്ലോ എന്നാണ്, അവരുടെ പാദസ്പർശമേൽക്കാൻ കഴിയുമല്ലോ, അതാണ് പറയുന്നത്. അപ്പൊ യാഹ, ഏതൊരു ഗോപികമാരാണോ ദുസ്ത്യജം സ്വജനം, നമുക്കൊക്കെ ഉപേക്ഷിക്കാൻ പ്രയാസമുള്ളവരാണ് നമ്മുടെ സ്വജനങ്ങൾ, ബന്ധുക്കൾ. ഭാര്യയ്ക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാൻ, മക്കളെ ഉപേക്ഷിക്കാൻ, അല്ലെ, അമ്മമാർക്ക് മക്കളെ ഉപേക്ഷിക്കാൻ, മാതാപിതാക്കൾക്ക്
മക്കളെ ഉപേക്ഷിക്കാൻ, സഹോദരങ്ങളെ ഉപേക്ഷിക്കാൻ എല്ലാം പ്രയാസമാണ്. അപ്പൊ എല്ലാവരെയും ത്യജിക്കാൻ പ്രയാസമേറിയ ദുസ്ത്യജം സ്വജനം, അതുപോലെ ആര്യപദം ഹിത്വ. ആര്യപദം എന്ന് പറഞ്ഞാൽ ആര്യന്മാരുടെ പദം, സദാചാര മാർഗങ്ങളൊക്കെ അല്ലെ, മറ്റുള്ള ആളുകളൊക്കെ ജീവിക്കുന്നത് പോലെയുള്ളതായിട്ടുള്ള സമൂഹത്തെ ഭയപ്പെട്ടുകൊണ്ടുള്ള ചില ചിട്ടകൾ, അതാണ് ഈ സദാചാരം എന്നൊക്കെ പറയുന്നത്. സമൂഹം എന്താ പറയുക, നല്ല രീതിയിൽ പോകണം, സമൂഹത്തിൽ കലഹങ്ങൾ ഉണ്ടാവരുത്, അസ്ഥിരത ഉണ്ടാവരുത്, അരാജകത്വം ഉണ്ടാവരുത്. ഇതെല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും പൗരധർമ്മം എന്ന് ഓരോ രാജ്യങ്ങളും നിശ്ചയിച്ചിരിക്കുന്നത്, അല്ലേ? ഈ പൗരധർമ്മം എന്നുള്ളത് എപ്പോഴും എല്ലാവരും റെസ്പോൺസിബിളായിട്ട് ഇരിക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാവരും അത് പാലിക്കണം. എല്ലാവരും പാലിച്ചില്ലെങ്കിൽ എന്താവും? ഓരോരുത്തരും അവരവർക്ക് വലിയ വലിയ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളൊക്കെ അതിനെ ലംഘിച്ചാൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജന സയത് പ്രമാണം കുരുതേ ലോകസ്തനുവർത്തതേ. ഇപ്പൊ നമ്മുടെ ഇന്നിപ്പോ വളരെ ചൂടോടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാദം ഉണ്ടല്ലോ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ കുറിച്ച്, അല്ലേ? ആ സിനിമ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ളൊരു സിനിമയാണ്. അതിലെന്തോ രാഷ്ട്രീയമായിക്കോട്ടെ, വേറെന്ത് തീമായിക്കോട്ടെ, പക്ഷേ സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം നൽകുന്ന, വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ തെറ്റായ വഴി കാണിച്ചു കൊടുക്കുന്ന, അരാജകത്വത്തിലേക്ക് ഒരു രാജ്യത്തെ നയിക്കുന്ന, അല്ലാതെ ഈ സിനിമ കണ്ട് ഒരാളെങ്കിലും എന്തെങ്കിലും പുതിയത് നല്ലതെന്തെങ്കിലും പഠിച്ചു, ഒരു നന്മ അവരുടെ ഉള്ളിലുണ്ടായി എന്ന് പറയണമെങ്കിൽ ആ സിനിമ പ്രയോജനപ്പെട്ടു എന്ന് പറയാം. അപ്പൊ പണ്ടൊക്കെ ഏതൊരു കഥ പറയുമ്പോഴും അതിന് മോറൽ ഓഫ് ദ സ്റ്റോറി ഉണ്ടായിരുന്നു, അല്ലേ? ഒരു സിനിമ എടുക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പാഠം ഉണ്ടായിരുന്നു. ഏതൊരു കാര്യത്തിനും ഒരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. അപ്പോഴേ അത് നല്ല സാഹിത്യമാവുകയുള്ളൂ. സാഹിത്യം ആവണമെങ്കിൽ ഹിതം പറയുന്നതായിരിക്കണം, ലോകഹിതം പറയുന്നതായിരിക്കണം, ആർക്കെങ്കിലും ഹിതം പറയുന്നതായിരിക്കണം. ഹിതേന സഹവർത്തതേ, ഹിതത്തോടു കൂടിയതാണ് സാഹിത്യം. അപ്പൊ ഈ സിനിമാ ചവറുകളെയൊക്കെ സാഹിത്യം എന്ന് വിളിക്കാവോ? ഇതിനെയൊക്കെ കല എന്ന് വിളിക്കാവോ? ഇതൊക്കെ സമൂഹത്തെ വഴിതെറ്റിക്കുന്ന, യുവതലമുറകൾക്ക്, പുതിയ തലമുറകൾക്കെല്ലാം തെറ്റായ സന്ദേശം നൽകുന്ന, എല്ലാവരെയും സ്വയം ആയുധങ്ങൾ കയ്യിലെടുത്ത് വയലന്റ് ആവാൻ പ്രേരിപ്പിക്കുന്ന, അസഹിഷ്ണുത വളർത്തുന്ന, അതുപോലെ ഏറ്റവും ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഈ പറഞ്ഞ സിനിമയിൽ മതകലഹമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 30 കൊല്ലം മുമ്പ് സംഭവിച്ചതായിട്ടുള്ള ഒരു കാര്യം, 25 കൊല്ലം മുമ്പ് സംഭവിച്ച കാര്യം, അതിനെ സത്യസന്ധമായിട്ടും അല്ല അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോ അതിലൂടെ പരസ്പരം, അല്ലെങ്കിൽ അത് ഉണങ്ങിക്കൊണ്ടിരുന്ന മുറിവായിരുന്നു. ഇപ്പോ ഗുജറാത്തിൽ ചെന്നാൽ അവിടെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഗുജറാത്തികൾക്ക് ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ടാണ് അവർ വീണ്ടും 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 ഇതേ ഗവൺമെന്റിനെ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ശരി, സെൻട്രൽ ഗവൺമെന്റ് ആയാലും ശരി, MLA-മാരായാലും ശരി, MP-മാരായാലും ശരി, ഈ പ്രദേശങ്ങളിലൊക്കെ ഭൂരിപക്ഷവും ഏത് പാർട്ടിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്, അവർക്ക് അനുകൂലമായിട്ടാണ് അവരുടെ മനസ്സ്. എന്തുകൊണ്ട്? ഈ പറഞ്ഞ സിനിമയിൽ കാണിച്ചിട്ടുള്ള വികലമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ അവർക്കില്ല. അവർ അനുഭവസ്ഥരാണ്, അവർ നേരിൽ കണ്ടവരാണ്, അനുഭവിച്ചവരാണ്. എന്താണ് അതിന്റെ പുറകിലുള്ള കഥകളൊക്കെ അവർക്ക് അറിയാം. അപ്പൊ അവരിപ്പം മര്യാദക്കാരായി ശാന്തരായി കഴിഞ്ഞുകൂടുമ്പോൾ ഇവിടെ കേരളത്തിൽ അതിന്റെ പേരിൽ അടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മതവിദ്വേഷം വളർത്താനും
അതുപോലെ അതിലൂടെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്യുന്ന വികലമായിട്ടുള്ള സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന ഒരു സൃഷ്ടിയാണത്. അത് കലാസൃഷ്ടിയല്ല, അത് സാഹിത്യമല്ല, അതിലൂടെ ഒന്നും പഠിക്കാനില്ല, ഒന്നും നന്മയില്ല. അതുകൊണ്ട് ബാൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിനിമയാണ്. ബാൻ ചെയ്യേണ്ടതാണ്. വെറുതെ സെൻസർ ചെയ്താൽ മാത്രം പോരാ. എവിടെയെങ്കിലുമൊക്കെ കട്ട് ചെയ്തതുകൊണ്ടൊന്നും കാര്യമായില്ല. അതിന് മൊത്തത്തിൽ കത്തിച്ച് കളയേണ്ട സാധനമാണ്. ഒരു പ്രയോജനവും ഇല്ലാത്ത, ഒരാൾക്കും ഒരു നല്ല സന്ദേശം കൊടുക്കാനില്ലാത്ത, ഒരു കുട്ടിയെങ്കിലും നല്ല മാർഗത്തിലേക്ക് നയിക്കാനുള്ളൊരു സന്ദേശമില്ലാത്ത, ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ഇങ്ങനെയുള്ളതിലേക്കൊന്നും ശ്രദ്ധിക്കുകയേ വേണ്ട. വാസ്തവം പറഞ്ഞ നമ്മുടെ കുട്ടികളൊന്നും അതിൽ പോകാൻ സമ്മതിക്കേണ്ട. പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും. വയ്യ, എനിക്ക് എൻ്റെ ഗോപികമാരെ കുറിച്ചിട്ടുള്ള ഗീതമാണ് വലുത്. അപ്പോൾ ദുസ്ത്യജം സ്വജനം ആര്യപദം. ഇവിടെ ആര്യപദം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അവിടേക്ക് പോയത്. ആര്യപദം മര്യാദക്കാരുടെ മാർഗം, സജ്ജനങ്ങളുടെ മാർഗം, ശ്രേഷ്ഠന്മാരുടെ മാർഗം. യദ്യതാചരതി ശ്രേഷ്ഠ, ശ്രേഷ്ഠന്മാരുടെ പന്ഥാവാണ് ആര്യപദം, സന്മാർഗം. അപ്പോ സമൂഹം നോക്കുമ്പോൾ ഈ ഗോപികമാർ ചെയ്തത് ആര്യപദത്തിൽ നിന്ന് ഉല്ലംഘനം ചെയ്തു, വ്യതിചലിച്ചു. പാതിവ്രത്യം മുതലായിട്ടുള്ളതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ജാരന്റെ പുറകെ പോകും പോലെ കൃഷ്ണന്റെ പുറകെ പോയി. അവരുടെ വീട്ടിൽ ആരൊക്കെ തടഞ്ഞിട്ടും അവരത് കേൾക്കാതെ ഭഗവാന്റെ പുറകെ പോയി എന്ന് വേണമെങ്കിൽ ഇതിനെ ദുഷിക്കുന്നവർക്കൊക്കെ പറയാം. ആ രീതിയിൽ സമൂഹത്തിനൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തത്. അതാണ് ഇവിടെ പറഞ്ഞത്. ദുസ്ത്യജം സ്വജനം, അതുപോലെ ആര്യപദം ചഹിത്വ, ആര്യമാർഗങ്ങളെയും ഉപേക്ഷിച്ച് ശ്രുതിഭിഹി വിമൃഗ്യ മുകുന്ദ പദവീം ബേജുഹു. എന്നാൽ അവർ ചെയ്തതെന്താണ്? അവർ ചെയ്തത് ആത്യന്തികമായിട്ട് നല്ല കാര്യം തന്നെയാണ്. ശ്രുതിഭിഹി വിമൃഗ്യ, വേദങ്ങളാൽ പോലും അന്വേഷിക്കപ്പെടുന്നതായിട്ടുള്ള, മാർഗണം ചെയ്യപ്പെടുന്നതായിട്ടുള്ള മുകുന്ദ പദവിയും, മുകുന്ദന്റെ മാർഗത്തെ, മോക്ഷദാതാവായ ഭഗവാന്റെ പദവിയെ, ഭഗവാൻ എവിടെ ഇരിക്കുന്നുവോ അതിനെ ഭജിച്ചു, ഭഗവാന്റെ പുറകെ പോയി. എപ്പോഴും ഭഗവാന്റെ പുറകെ പോകുന്നവരാണ് അവർ. അപ്പൊ ഭഗവാന്റെ പുറകെ പോകാൻ അവർക്ക് ഒരു മടിയുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ ഗോപികമാരെ പോലെ തന്നെ ഇപ്പോ സമൂഹത്തിന് മനസ്സിലാവാത്തതാണ് ഈ കുംഭമേളയിൽ കണ്ട പലതരം വേഷഭൂഷാദികള്, അല്ലെങ്കിൽ ഒരു വേഷവുമില്ലാതെ നഗ്നരായി നടക്കുന്ന ആളുകളൊക്കെ അല്ലേ. അവരൊക്കെ ആര്യപദം ത്യജിച്ചിട്ടാണ്. സാധാരണക്കാര് എന്താണോ മര്യാദ എന്ന് കരുതുന്നത്, നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഡീസന്റായി ജെന്റിൽമാൻമാരായി നടക്കേണ്ടതിന് പകരം ഏതൊക്കെയോ പ്രാകൃത വേഷങ്ങളും ഒക്കെ ആയിട്ട് മേലെ മുഴുവൻ ചാരം പൂശി എന്തൊക്കെയോ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ, കോണകം ധരിച്ചിട്ടുണ്ടോ, കയ്യില് ദണ്ട്, ശൂലം, വാള്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടണു. കുറെ എണ്ണം ജട വളർത്തിയിട്ടുണ്ട്, കുറെ താടി വളർത്തിയിട്ടുണ്ട്, കുറെ മുട്ടയടിച്ചിട്ടുണ്ട്, കുറെ നഗ്നരായിട്ട് നടക്കുന്നുണ്ട് ഇല്ലേ. ഇതൊക്കെ കാണുമ്പോൾ കാണുന്നവർക്ക് അതെന്താണ്, വലിയ ആഢ്യന്മാരാണെന്ന് കരുതുന്നവർക്ക് ഞങ്ങളാണ് ശ്രേഷ്ഠന്മാര്, ഞങ്ങളാണ് മര്യാദക്കാര്, ഞങ്ങളാണ് സമൂഹത്തിലെ ഏറ്റവും യോഗ്യന്മാര് എന്ന് കരുതുന്നവർക്ക് ഇവരെ കാണുമ്പോൾ പുച്ഛം, ഇവരെ പരിഹസിക്കുന്നു, ഇവരെ പരിഹസിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്കതൊന്നും ബാധകമേ അല്ല. അവര് നിങ്ങൾ എത്ര വേണമെങ്കിൽ പരിഹസിച്ചോളൂ, ഞങ്ങൾക്ക് അതൊന്നും ബാധകമല്ല. ഞങ്ങളുടെ മനസ്സ് ഒരു ലക്ഷ്യത്തിൽ ഉറച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പരിഹാസമൊക്കെ അതിലേക്ക് ഞങ്ങൾക്ക് സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്, സഹായമാണ്. ഞങ്ങളുടെ മാനാപമാന ചിന്തയെല്ലാം വെടിഞ്ഞ് ദേഹാഭിമാനമെല്ലാം പോയി മനസ്സ് ഈശ്വരനിലേക്ക് ഉറപ്പിക്കാനുള്ള സഹായമാണ് നിങ്ങളുടെ ഓരോ കല്ലേറും. നിങ്ങൾ കല്ലെറിഞ്ഞോളൂ, ആ കല്ലുകൾ ഞങ്ങൾ പെറുക്കി അടുക്കി
ഞങ്ങൾക്ക് ചവിട്ടിക്കേറാനുള്ള പടികൾ നിർമ്മിക്കും. ഇതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഈ ഗോപികമാരെ പോലെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ എന്ന ഭഗവാന്റെ ആ ഒരു ഉപദേശത്തെ ഗോപികമാർ അനുഷ്ഠിക്കുന്നു. ഭഗവാൻ അവരോട് ഉപദേശിച്ചിട്ടല്ല, ഭഗവാൻ അർജുനനോടാണ് ഉപദേശിച്ചത്, നമ്മളോടാണ് ഉപദേശിച്ചത്. നമ്മളൊന്നും കേട്ടിട്ടില്ല അതുവരയ്ക്ക്. ഭഗവാനെ പോയി പണി നോക്കാൻ പറ എന്നുള്ള മട്ടിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്, അല്ലേ? ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഢ്യത്വമാണ്, ഞങ്ങളുടെ ദേഹാഭിമാനമാണ് വലുത് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ മുറുക്കി പിടിച്ചിരിക്കുമ്പോൾ ഭഗവാന്റെ ആ ഒരു ഉപദേശത്തെ ഒരു മടിയും കൂടാതെ ഒരു സങ്കോചവുമില്ലാതെ അനുഷ്ഠിച്ചവരാണ് ഗോപികമാർ. ആ ഗോപികമാരെ പോലെയാണ് ഈ ദേഹാഭിമാനമില്ലാതെ നഗ്നരായി അവധൂതന്മാരായി പല വേഷങ്ങൾ കെട്ടി നടക്കുന്ന സമൂഹത്തിന് ദഹിക്കാത്ത ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നവർ, കുംഭമേളയിലൊക്കെ വന്ന് നിറഞ്ഞവർ. അവരെക്കുറിച്ചൊക്കെ എത്രയോ പരിഹാസങ്ങൾ ഈ TV ചാനലുകളിലൊക്കെ ചർച്ച ചെയ്യുന്ന, അല്ലേ, വിഷം വമിപ്പിക്കുന്ന മാപ്രകൾ. വായു തുറന്ന വിഷമേ ഉള്ളൂ, നല്ലതൊന്നുമില്ല. രാജ്യദ്രോഹമേ അവർക്ക് പറയാനുള്ളൂ. മനുഷ്യർക്ക് നല്ലതൊന്നും ഉണ്ടാക്കാൻ, നല്ലത് പറയാൻ ഒന്നും അവരെ കൊണ്ട് സാധ്യമല്ല. കാരണം അവരങ്ങനെയാണ്. അർബൻ നക്സലുകൾ എന്ന് പറയാവുന്നവരാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തകരൊക്കെ. എല്ലാറ്റിലും റയറായിട്ട് എക്സംഷൻസ് ഉണ്ടാവും, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ വിശ്വസിക്കാൻ കൊള്ളാത്തവര്, ഒരു പ്രിൻസിപ്പിൾസും ഇല്ലാത്തവര്, അപ്പൊ അവരെ പോവാൻ പറയുക. ഇപ്പൊ പറഞ്ഞു വന്നത്, ദുസ്ത്യജമായ സ്വജനങ്ങളെയും ആര്യപദത്തെയും ഉപേക്ഷിച്ച് ശ്രുതിഭിഹി വിമൃഗ്യ മുകുന്ദ പദവീം ബേജുഹു, വേദങ്ങളാൽ അന്വേഷിക്കപ്പെടുന്നതായിട്ടുള്ള ആ മോക്ഷദാതാവായ ഭഗവാന്റെ പദത്തെ ഭജിക്കപ്പെട്ടു, അന്വേഷിക്കപ്പെട്ടു, സേവിക്കപ്പെട്ടു. അങ്ങനെയുള്ള എന്നും ഭഗവാനെ തന്നെ സേവിക്കുന്നവരായ ആസാം ചരണരേണുജുഷാം, ഇങ്ങനെ ഇവരുടെ ചരണരേണുക്കളെ സേവിക്കുന്നവരായ ആരാണ്? വൃന്ദാവനെ, ഈ വൃന്ദാവനത്തിലുള്ള ഗുൽമലത ഔഷധീനാം കിമപി, ഗുൽമങ്ങൾ, വള്ളിക്കുടിലുകൾ, ലതകൾ, വള്ളികൾ, ഔഷധികൾ, ഏതെല്ലാം സസ്യങ്ങളുണ്ടോ അതെല്ലാം. അപ്പൊ അവയുടെ മധ്യത്തിൽ ഒരു പുല്ലായിട്ടോ, കിമപി നാമ, എന്തെങ്കിലുമായിട്ട്, അവിടെയുള്ള കല്ലായിട്ടോ പുല്ലായിട്ടോ എന്തെങ്കിലുമായിട്ട്, അഹം സ്യാം മേ ഐ ബികം, ഞാൻ അതായി തീരട്ടെ എന്ന്. ഏതായി തീരട്ടെ? ഇവരുടെ പാദരേണുക്കളെ സേവിക്കുന്ന വൃന്ദാവനത്തിലെ ഒരു പുല്ലായിട്ടോ കല്ലായിട്ടോ ഏതെങ്കിലും ഔഷധികളായിട്ടോ ഞാൻ ഭവിക്കണം. അത്ര ഭക്തരാണ് അവര്. അവരുടെ എല്ലാം ഉപേക്ഷിച്ച്, ദേഹാഭിമാനവും ഉപേക്ഷിച്ച്, ലോകവാസനയെ ത്യജിച്ച്, അല്ലേ, പുത്രേഷണ വിത്തേഷണ ലോകേഷണ എന്ന് പറയും. ഏഷണാത്രയങ്ങൾ സാധാരണ മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പുത്രേഷണ എന്ന് പറഞ്ഞാൽ മക്കളോടുള്ളതായിട്ടുള്ള ആസക്തി, മമത. എന്റെ പുത്രന്മാർ, എന്റെ സന്തതികൾ, എന്റെ പൗത്രന്മാർ, ഇങ്ങനെ സ്വന്തം പുത്രപൗത്രാദികളോടുള്ള ഒട്ടല്. അത് ഉപേക്ഷിക്കാൻ വളരെ പ്രയാസമാണ്. ഇവിടെ ഉപേക്ഷിച്ചു. അതാണ് ദുസ്ത്യജം സ്വജനം. അതുപോലെ വിത്തേഷണ എന്ന് പറഞ്ഞാൽ ധനം, അതിനോടനുബന്ധിച്ച് കിട്ടുന്ന സുഖഭോഗങ്ങൾ. ധനം നമ്മൾ സമ്പാദിക്കുന്നത് ഭൗതിക സുഖങ്ങൾ സമ്പാദിക്കാനാണ്. അപ്പൊ എല്ലാ സുഖഭോഗങ്ങളെയും, വിത്തേഷണയെ ത്യജിച്ചവരാണ് ഈ സന്യാസിനിമാർ, ഈ ഗോപികമാർ. അതുപോലെ ലോകേഷണ, ലോകേഷണ എന്ന് പറഞ്ഞാല് ലോകത്തോടുള്ളതായിട്ടുള്ള ആസക്തി. ഈ ലോകം ഞങ്ങളെ പ്രശംസിക്കണം, ഞങ്ങൾക്ക് യശസ് വേണം, കീർത്തി വേണം, ഞങ്ങൾ മര്യാദക്കാരാണെന്ന്, ഞങ്ങൾക്ക് റെക്കഗ്നിഷൻ, അവാർഡുകൾ, വലിയ വലിയ ഭൂഷണങ്ങൾ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഒക്കെ ഞങ്ങൾക്ക് കിട്ടണം. ഇതൊക്കെ ലോകേഷണയാണ്. അത് ഈ ഭൂമിയിൽ ഉള്ളത്. പുറത്ത് മറ്റു ലോകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സ്വർഗാദി ലോകങ്ങൾ. അപ്പൊ സ്വർഗത്തെ പ്രാപിക്കണം, അവിടെയുള്ള സുഖങ്ങൾ അനുഭവിക്കണം. അതിനു മുകളിലുള്ളതായിട്ടുള്ള ലോകങ്ങളുണ്ട്, ഊർധ്വലോകങ്ങൾ, ജനലോകം, മഹർലോകം, തപോലോകം, സത്യലോകം,
ഇങ്ങനെയുള്ള ലോകങ്ങളൊക്കെ ഉണ്ട്. ആ ലോകങ്ങളിലൊക്കെ പോയി അവിടെയുള്ള സുഖങ്ങളൊക്കെ അനുഭവിക്കണം എന്നുള്ള ആസക്തി. അതിനുവേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യുക, ശാസ്ത്രവിഹിതങ്ങളായ കർമ്മങ്ങൾ ചെയ്യുക. അപ്പൊ ഇത് ലോകേഷണയാണ്, ലോകങ്ങളെ പ്രാപിക്കാനുള്ള ആസക്തി. ഈ ഭൂമിയിലും ഈ ലോകത്തിലും എല്ലാവരാലും ബഹുമാനിക്കപ്പെടാനുള്ള, എല്ലാവരുടെയും പ്രശംസയ്ക്ക് പാത്രമാവാനുള്ള ആസക്തി. അപ്പൊ കീർത്തിയിലുള്ളതായിട്ടുള്ള ആസക്തി, അതും ലോകേഷണയാണ്. അപ്പൊ ഇങ്ങനെ പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. ഇത് ത്യജിച്ചവരാണ് ആര്? ആര്യപദം ത്യജിച്ചവർ, സ്വജനത്തെ ത്യജിച്ചവർ, അവരുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ സുഖങ്ങളെയും ത്യജിച്ചവർ. പതിസുതാന്വയ ഭ്രാതൃബാന്ധവാൻ അതിവിലംഘ്യത്തെ അന്ത്യച്യുതാഗത. അത് തന്നെ ഗോപികാഗീതത്തിൽ പാടുന്നുണ്ട്. ഞങ്ങളെല്ലാം വെടിഞ്ഞ് അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. പതി സുത അന്വയ ഭ്രാതൃ ബാന്ധവാൻ അതിവിലംഘ്യ ഹേ അച്യുത തേ അന്തി ആഗതാഹ. അങ്ങയുടെ സമീപം വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഞങ്ങളെ ഉപേക്ഷിച്ച് ഈ രാത്രിയിലെ ഈ കാട്ടില് ഉപേക്ഷിച്ച് പോയത് വഞ്ചനയല്ലേ? കിതവ യോഷിതാം കിതവ യോഷിത കസ്ത്യജേ നിശി. സ്ത്രീകളായ ഞങ്ങളെ ഹേ കിതവ വഞ്ചക, കഹ നിശി ത്യജേത്, ആര് രാത്രിയിൽ ഉപേക്ഷിക്കും? അതുകൊണ്ട് വേഗം വരൂ, ഈ സ്ത്രീകളായ അബലകളായിട്ടുള്ള ഞങ്ങളെ ഉപേക്ഷിക്കരുത്. അങ്ങേക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു വന്നവരാണ്. അപ്പോ ഇങ്ങനെ സർവസ്വവും ഉപേക്ഷിച്ച് സർവസ്വവും ഭഗവാനാണെന്ന് കരുതി അവരുടെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഗോപികമാരുടെ പാദധൂളികൾ പതിയുന്ന വൃന്ദാവനത്തിലെ ഏതെങ്കിലും ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും എനിക്ക് ജന്മം വേണം, എനിക്ക് ഭവിക്കണം എന്ന് അത്രയും ഇതായിട്ടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഇനിയും 2 ഗംഭീര ശ്ലോകങ്ങളുണ്ട്. നമുക്ക് നാളെ പറ്റും തോന്നുന്നില്ല, മറ്റന്നാൾ കാണാം. നാളെ രാവിലെ ഒരു പ്രോഗ്രാം പാലക്കാട് വിജ്ഞാനരമണി ആശ്രമത്തിൽ 10 മണിക്ക് ശേഷം ഒരു മഹാത്മാവിന്റെ അനുസ്മരണം. പാലക്കാട് തന്നെ ഉണ്ടായിരുന്ന ഒരു മഹാത്മാവ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അപ്പോ ഭാഗവത ജ്ഞാനഗംഗ മറ്റന്നാൾ. ഇന്ന് ബുധൻ, വ്യാഴമില്ല, വെള്ളി. വൈകുന്നേരങ്ങളിലെ പുരുഷ സൂക്തം തുടരുന്നതാണ്. 5 മണിക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.